നമസ്കാരം. എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കേട്ടറ്റ് നിർബന്ധമാക്കിയ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണ തന്നെ, അതായത് മാക്സിമം നേരത്തെ തന്നെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടറ്റ് മലയാളവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ട് വന്ന് കാണുന്ന ചില ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു മലയാളത്തിൽ മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികം കണ്ടിട്ടില്ല. ശരി തെറ്റുകൾ ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസുകളും കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു മലയാളം പേപ്പറിൽ വന്ന് കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ PSC അതുപോലെ തന്നെ സെറ്റ് പോലുള്ള ചോദ്യങ്ങളിലാണ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, 4 ഓപ്ഷന് തന്നിട്ട് 1ഉം 2ഉം ശരി, 1ഉം 3ഉം ശരി, എല്ലാം ശരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ടും അത്തരം എക്സാമുകളിലാണ് കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈയിടെയായിട്ട് 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെട്ട് കാണാം. അപ്പം അങ്ങനെ പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ചോദ്യ മോഡലുകളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ് ഈ രീതിയിലുള്ള ചോദ്യം. അതായത് ഈ പാറ്റേണിലുള്ള ചോദ്യം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒത്തിരി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നോക്കൂ, കൃതികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലുകളും എഴുത്തുകാരും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നോവലുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ എഴുത്തുകാരിൽ ഏറ്റവും ശരിയായിട്ടുള്ള ജോഡി, അതായത് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ നോക്കാം. സുഗന്ധി എന്ന ആണ്ടാൾ നായകി, ആണ്ടാൾ ദേവനായികി എന്നുണ്ട്. ആണ്ടാൾ ദേവനായികി എന്നാണ്. TD രാമകൃഷ്ണൻ. ഒരു തെരുവിൻ്റെ കഥ M മുകുന്ദൻ. രണ്ടിടങ്ങഴി ബഷീർ. സ്മാരകശിലകൾ SK പൊറ്റക്കാട്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ. ഞാൻ ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം ഓടിയെത്തണം. കാരണം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ക്ലിയർ? നോക്കൂ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ A ആണ് വരുന്നത്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി TD രാമകൃഷ്ണൻ. നമ്മുടെ ഉത്തരാധുനിക എഴുത്തുകാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് TD രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. അപ്പം നമുക്ക് ഈ കൃതിയെക്കുറിച്ചൊന്ന് നോക്കാം. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി പ്രധാനമായിട്ടും ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത് 3 സ്ത്രീകളുടെ കഥയാണ്. 3 സ്ത്രീകളുടെ കഥ. ഓക്കെ, ആ സ്ത്രീകളുടെ പേരാണ് രജനി, തിരണഗാമ, ദേവനായകി, സുഗന്ധി. ഈ 3 സ്ത്രീകളുടെ കഥയാണ് ഇത്. കഥ എന്ന് പറഞ്ഞാൽ കഥയാണ്, ഇവരുടെ കഥയാണ് ഈ ഒരു നോവലിൽ പറയുന്നത്. ശ്രീലങ്കയിൽ ജനിച്ചിട്ടുള്ള രജനി എന്ന് പറഞ്ഞാൽ രജനി തിരണഗാമ ഈഴപ്പോരിൽ ജീവൻ നഷ്ടപ്പെട്ട യാഴ്പ്പണത്തിൻ്റെ വീരപുത്രികളിൽ ഒരാളാണ്. അതായത് യാഴ്പ്പണം എന്ന് പറഞ്ഞിട്ടുള്ള ആളിൻ്റെ പുത്രികളിൽ ഒരാളാണ് ആര്? രജനി തിരണഗാമ. ഓക്കെ, രജനി തിരണഗാമ. ദേവനായകി, ഇതിലെ മറ്റൊരു കഥാപാത്രമായിട്ടുള്ള ദേവനായകിക്ക് 1000 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് രാജരാജൻ്റെ, നമ്മൾ ചോള രാജാവായിട്ടുള്ള രാജരാജൻ്റെ കാലത്തോളം പഴക്കമുള്ള ഒരു കഥാപാത്രമാണ് ദേവനായകി എന്ന് പറയുന്നത്. ഇനി സുഗന്ധിയാകട്ടെ, ഇതിൽ പറഞ്ഞിട്ടുള്ള സുഗന്ധി എഴുത്തുകാരൻ്റെ ഭാവനയിലുള്ള ഒരു സൃഷ്ടിയാണ്. ഓക്കെ, എഴുത്തുകാരൻ്റെ ഭാവനയിലുള്ള ഒരു സൃഷ്ടിയാണ്. അപ്പം 3 കഥാപാത്രങ്ങളെ നമുക്കിതിൽ നിന്നും കിട്ടി. രജനി തിരണഗാമ, ദേവനായകി, സുഗന്ധി. ഇനി മറ്റൊരു കഥാപാത്രമാണ് കൂവേണി. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൂവേണി
കൂവേണി എന്ന് പറയുന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്ന് പറയുന്നത് കൂവേണി. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൃതിയിലെ കഥാപാത്രമാണ്. ഇനി 2016 ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2016 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2017 വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2017 വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള സവിശേഷത കാന്തള്ളൂർ ശാലയെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. കാന്തള്ളൂർ ശാലയെക്കുറിച്ച് പറയുന്ന ഒരു കൃതി കൂടിയാണിത്. ഈ ഒരു സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന് പറഞ്ഞിട്ടുള്ള കൃതി. ഇനി ഈ കൃതി എഴുത്തുകാരൻ സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? ഡോക്ടർ രജനി തിരണകാമയ്ക്കാണ്. ഓക്കെ, അപ്പോൾ കൊല ചെയ്യപ്പെട്ട ശ്രീലങ്കൻ മനുഷ്യാവകാശ പ്രവർത്തകയായിട്ടുള്ള രജനി തിരണകാമയ്ക്കാണ് നോ മോർ ടിയേഴ്സ് സിസ്റ്റർ എന്ന വാചകത്തോടെ ഈ കൃതി ആര് സമർപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ എഴുത്തുകാരൻ സമർപ്പിച്ചിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ കൂടി നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൃതിയാണ് ഇദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറഞ്ഞിട്ടുള്ള കൃതി. ഓക്കെ, ഫ്രാൻസിസ് ഇട്ടിക്കോരയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മറ്റൊരു കൃതി. ഇത് പാഠഭേദം മാസികയിലാണ് ആദ്യമായിട്ട് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് ഖണ്ഡശയായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് മാധ്യമം ആഴ്ച പതിപ്പിലാണ്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു കൃതിയിലെ പ്രധാന കഥാപാത്രം ഇട്ടിക്കോരയാണ്. ഈ നോവലിൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് 1456 കേരളത്തിൽ കുന്നംകുളത്ത് ജനിച്ച് 1517 ഇറ്റലിയിലെ ഫ്ലോറൻസിൽ മരിച്ചതായി ചിത്രീകരിക്കപ്പെടുന്ന ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന ആഗോള കുരുമുളക് വ്യാപാരിയാണ്. ഇട്ടിക്കോരയുടെയും അയാളുടെ പൈതൃകം അവകാശപ്പെടുന്ന 18ാം കൂറ്റുകാർ, ഇമ്പോർട്ടൻ്റ് ആണ്, 18ാം കൂറ്റുകാർ എന്ന രാഷ്ട്രാന്തര ഗോത്രത്തിൻ്റെയും കഥയുടെ പശ്ചാത്തലത്തിൽ കേരളീയ യൂറോപ്യൻ ഗണിതശാസ്ത്ര പാരമ്പര്യങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണവും ഈ നോവലിൽ കാണാം. ഇനി ഈ ഒരു കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് പ്രിയ കെ നായരാണ്. ഓക്കെ, ഫ്രാൻസിസ് ഇട്ടിക്കോരൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഇത് കെട്ടുകഥയല്ല, കേട്ടുകേൾവിയുമല്ല, കെട്ടുകഥകളും നുണകളും ചേർന്ന് ഒരു കഥ പൊലിപ്പിച്ചെടുക്കാനുള്ള ശ്രമം മാത്രം എന്നതാണ് ഇതിൻ്റെ തുടക്കം. ഒന്നുകൂടി പറയാം: ഇത് കെട്ടുകഥയല്ല, കേട്ടുകേൾവിയുമല്ല, കെട്ടുകഥകളും നുണകളും ചേർന്ന് ഒരു കഥ പൊലിപ്പിച്ചെടുക്കാനുള്ള ശ്രമം മാത്രം എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇനി ഈ കൃതിയുടെ 2ാം ഭാഗം ഇപ്പോൾ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പേര് കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്നാണ്. ഈ ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ 2ാം ഭാഗത്തിൻ്റെ പേര് കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. ഈ കൃതിയും ഓർക്കുക. ഇനി മറ്റു കൃതികൾ നമുക്കൊന്ന് നോക്കാം. പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ ഒന്ന് നോക്കാം. ആൽഫയാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി. ഓക്കെ, ആദ്യത്തെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ആൽഫയാണ്. മനുഷ്യാവസ്ഥയുടെ അടിസ്ഥാന സത്യങ്ങൾ കണ്ടെത്താനുള്ള സാഹസികമായിട്ടുള്ള അന്വേഷണമാണ് ആൽഫ എന്ന് പറയുന്നത്. ഉപലേന്ദു ചാറ്റർജിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഓക്കെ, ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ശാസ്ത്രജ്ഞനായിട്ടുള്ള ഉപലേന്ദു ചാറ്റർജിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. മറ്റൊരു നോവലാണ് അന്തർ ബധിരർ മൂകർ. കാശ്മീരിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിനെ തുടർന്ന് ഓഗസ്റ്റ് 5 മുതൽ 14-ാം തീയതി വരെയുള്ള 9 ദിവസങ്ങളിലെ കഥയാണ് ഇതിൽ പറയുന്നത്. അന്തർ ബധിരർ മൂകർ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൽ പറയുന്നത്. പ്രധാന കഥാപാത്രങ്ങൾ ഒമർ ഖയാം മൂസ, ഫാത്തിമ നിലോഫർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫാത്തിമ നിലോഫർ, യാസിൻ മെഹർ, ആരിഫത്താത്ത. ഇതിലെ സാങ്കല്പിക കഥാപാത്രമാണ് ആരിഫത്താത്ത. അപ്പോൾ ഫാത്തിമ നിലോഫർ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ സാങ്കല്പിക കഥാപാത്രമായിട്ടുള്ള ആരിഫത്താത്തയെയും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത മറ്റൊരു കൃതിയാണ് മാമ ആഫ്രിക്ക. മലയാളത്തിൽ എഴുതി ഇംഗ്ലീഷിലും സ്വഹിലിയിലും, അതായത് സ്വഹിലി ഭാഷ, അതിലും ഭാഷാന്തരം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന ഉഗാണ്ടൻ എഴുത്തുകാരി താര വിശ്വനാഥിൻ്റെ രചനകളുടെ രൂപത്തിലാണ്
ടി രാമകൃഷ്ണൻ ഈ നോവൽ ആഖ്യാനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലം ഉഗാണ്ടയാണ്. ഇതിലെ ഇതിവൃത്തം എന്ന് പറയുന്നത് താരാ വിശ്വനാഥിൻ്റെ കഥയാണ്. പ്രധാന കഥാപാത്രങ്ങൾ ചോദിക്കുകയാണെങ്കിൽ KP.M പണിക്കർ, ഡോക്ടർ വിശ്വനാഥ്, E.D. അമേൻ ഇവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് പച്ച മഞ്ഞ ചുവപ്പ്. ഇന്ത്യൻ റെയിൽവേയുടെ കഥ പറയുന്ന കൃതിയാണ് പച്ച മഞ്ഞ ചുവപ്പ്. 1995 സ്പാനിഷ് പേട്ട ലോക്കർ സെക്ഷനിൽ നടന്ന അക്രമത്തിൻ്റെ പേരിൽ ശിക്ഷ നേടിയ സ്റ്റേഷൻ മാസ്റ്റർ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ 2020 ജ്വാല എന്ന മാധ്യമ പ്രവർത്തകയും അരവിന്ദൻ എന്ന റെയിൽവേ ഉദ്യോഗസ്ഥനും നടത്തുന്ന അന്വേഷണ പരമ്പരയാണ് ഈ കൃതിയുടെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടി രാമകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള നോവലുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് മാമ ആഫ്രിക്കയാണ്. പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികളാണ് ഫ്രാൻസിസ് ഇട്ടിക്കോരയും അതുപോലെ തന്നെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകിയും. മറ്റ് കൃതികൾ അന്തർബധിരർ മൂകർ, മാമ ആഫ്രിക്ക, പച്ച മഞ്ഞ ചുവപ്പ്. ഏറ്റവും പുതിയ നോവൽ ചോദിക്കുകയാണെങ്കിൽ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. അത് ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ 2ാം ഭാഗമാണ്. ഓക്കെ, ഇനി ഇതിലെ മറ്റു ഓപ്ഷനുകൾ നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത് എന്നുള്ളത്. ഒരു തെരുവിൻ്റെ കഥ എന്ന് പറയുന്നത് ശരിക്കും ആരുടെ കൃതിയാണ്? SKയുടെ കൃതിയാണ് ഒരു തെരുവിൻ്റെ കഥ എന്ന് പറയുന്നത്. കൂടാതെ SKയുടെ മറ്റു കൃതികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒരു ദേശത്തിൻ്റെ കഥയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ദേശത്തിൻ്റെ കഥയാണ്. ദേശത്തിൻ്റെ കഥ നമുക്കറിയാം അതിരാണിപ്പാടം പശ്ചാത്തലമായി വരുന്ന കൃതിയാണ് ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. അതിനാണ് ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് 1980. ഓക്കെ, 1980 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ദേശത്തിൻ്റെ കഥയ്ക്ക് ലഭിക്കുന്നത്. പ്രധാന കഥാപാത്രം ശ്രീധരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് ഒരു തെരുവിൻ്റെ കഥ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു നോവൽ വിഷകന്യകയാണ്. വിഷകന്യക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവൽ കൂടി SKയ്ക്ക് ഉണ്ട്. ഓക്കെ, ഇനി M മുകുന്ദനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. M മുകുന്ദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കൃതി ഏതാണ്? M മുകുന്ദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കൃതി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത്. വേറെയും കുറേ നോവലുകളുണ്ട്. ഡൽഹി, പുലയപ്പാട്ട്, EMS കഥാപാത്രമായി വരുന്ന കൃതിയാണ് കേശവൻ്റെ വിലാപങ്ങൾ. SK പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന കൃതിയാണ് പ്രവാസം. അതുപോലെ തന്നെ പുലയപ്പാട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സൈബർ നോവൽ മലയാളത്തിൽ ആദ്യത്തെ സൈബർ നോവൽ എന്നും അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള നൃത്തമാണ്. ആവിലായിലെ സൂര്യോദയം, കുട നന്നാക്കുന്ന ചോയി, അങ്ങനെ ഒത്തിരി കൃതികൾ M മുകുന്ദൻ്റേതായിട്ട് ഉണ്ട്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിലെ കഥാപാത്രങ്ങളൊക്കെ എഴുതി പഠിക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, അടുത്തത് രണ്ടിടങ്ങഴിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടിടങ്ങഴി ശരിക്കും ആരുടേതാണ്? തകഴിയുടെ കൃതിയാണ് രണ്ടിടങ്ങഴി എന്ന് പറയുന്നത്. ഓക്കെ, തകഴിയുടെ കൃതിയാണ് രണ്ടിടങ്ങഴി എന്ന് പറയുന്നത്. തകഴിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള നോവലുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. തോട്ടിയുടെ മകൻ കഴിഞ്ഞിട്ട് രണ്ടിടങ്ങഴി കഴിഞ്ഞിട്ട് ചെമ്മീൻ. ഞാനിതിന് ഓർഡറിലാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, കയർ. ഇതാണ് ഒരു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികളുടെ ഓർഡർ എന്ന് പറയുന്നത്. നമുക്കറിയാം തോട്ടിയുടെ മകൻ എന്ന് പറയുന്നത് ആലപ്പുഴയിലെ തോട്ടികളുടെ കഥ പറയുന്ന നോവലാണ് തോട്ടിയുടെ മകൻ എന്ന് പറയുന്നത്. പ്രധാന കഥാപാത്രങ്ങൾ നമുക്ക് കേട്ടറ്റിൽ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ചുടലമുത്തു ഏത് കൃതിയിലെ കഥാപാത്രമാണ് അല്ലെങ്കിൽ ആരുടെ കഥാപാത്രമാണ് എന്നുള്ളത് നമ്മുടെ കേട്ടറ്റിൽ തന്നെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ചുടലമുത്തു, ഇശക്ക് മുത്തു,
അതുപോലെ തന്നെ മോഹനൻ, ഇവരാണ് പ്രധാനപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടിടങ്ങഴി നമുക്കറിയാം. കോരൻ്റെയും ചിരുതയുടെയും പുഷ്പവേലി ചാക്കോയുടെയും പുഷ്പവേലി ഔസേപ്പിൻ്റെയും ഒക്കെ കഥ പറയുന്ന കൃതിയാണ് ഇത് രണ്ടിടങ്ങഴി എന്ന് പറയുന്നത്. അടുത്തത് ചെമ്മീനാണ്. ചെമ്മീൻ നമുക്കറിയാം പുറക്കാട് അല്ലെങ്കിൽ തൃക്കുന്നപ്പുഴ കഥാപശ്ചാത്തലമായിട്ട് വരുന്ന ഒരു കൃതിയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. പ്രധാന കഥാപാത്രങ്ങൾ നമുക്കറിയായിരിക്കും. കറുത്തമ്മ, പരീക്കുട്ടി, പളനി, പഞ്ചമി തുടങ്ങിയവരൊക്കെ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സവിശേഷത, സിനിമയാക്കപ്പെട്ട നോവൽ കൂടിയാണിത്. രണ്ടിടങ്ങഴി എന്ന് പറയുന്നത് രാമു കാര്യാട്ടാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. തിരക്കഥ SL പുരം സദാനന്ദനാണ്. പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള സിനിമയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കൃതി ഏണിപ്പടികളാണ്. കേശവൻ ആണ് പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നത്. കാർത്യായനി, കേശവൻ തുടങ്ങിയവരൊക്കെ കഥാപാത്രമായി വരുന്ന കൃതിയാണ് ഏണിപ്പടികൾ എന്ന് പറയുന്നത്. ഏണിപ്പടികൾ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയും സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. 2 തവണ സിനിമയാക്കപ്പെട്ട തകഴിയുടെ കൃതിയാണ് ഏണിപ്പടികൾ. ആദ്യ തവണ ഏണിപ്പടികൾ എന്ന് തന്നെ പറഞ്ഞ പേരിലും, 2ാം തവണ പൃഥ്വിരാജ്, കാവ്യ മാധവൻ തുടങ്ങിയവർ അഭിനയിച്ച വാസ്തവം എന്ന പേരിലും. ഓക്കെ, ഈ 2 പേരിലും സിനിമയാക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് ഏണിപ്പടികൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് കയർ. നമുക്കറിയാം അതിൻ്റെ സവിശേഷത, മലയാളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നോവലാണ് കയർ എന്ന് പറയുന്നത്. ഒത്തിരി കഥാപാത്രങ്ങൾ വരുന്ന കൃതിയാണ്. ഇത് പല ഭാഷകളിലേക്കായിട്ട് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ബഷീർ നമുക്കറിയാം. ബഷീറിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ, ബഷീറിൻ്റെ ആദ്യത്തെ കൃതി ചോദിച്ചു കഴിഞ്ഞാൽ പ്രേമലേഖനമാണ്. ജയിലിൽ വെച്ച് രചിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് പ്രേമലേഖനം എന്ന് പറയുന്നത്. പ്രേമലേഖനം കഴിഞ്ഞിട്ട് നമുക്ക് ശബ്ദങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വിവാദപരമായിട്ടുള്ള ഒരു നോവലാണ് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. കേസരിയാണ് അതിന് അവതാരിക എഴുതിയിട്ടുള്ളത്. പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു, ഇതൊക്കെ ബഷീറിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികളാണ്. ഇനി ഇതിൽ ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റൊരു കൃതി സ്മാരകശിലകളാണ്. സ്മാരകശിലകൾ എന്ന് പറയുന്നത് നമുക്കറിയാം പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൃതിയാണ് സ്മാരകശിലകൾ എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ നമ്മൾ 4 ഓപ്ഷനും അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയുണ്ടായി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പ, ഫ, ബ, ഭ, മ എന്നീ പവർഗാക്ഷരങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? നമ്മൾ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ദന്ത്യം, ഓപ്ഷൻ ബി താലവ്യം, ഓപ്ഷൻ സി ഓഷ്ട്യം, ഓപ്ഷൻ ഡി കണ്ഠ്യം. ഓപ്ഷൻ എ ദന്ത്യമാണ്. ഓപ്ഷൻ സി ഓഷ്ട്യമാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓഷ്ട്യമാണ് കേട്ടോ, ദന്ത്യല്ല. ഓപ്ഷൻ സി ഓഷ്ട്യമാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ പ, ഭ, ബ, ഭ, മ എന്നീ വർഗാക്ഷരങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് ചോദിച്ചാൽ ഓഷ്ട്യ വിഭാഗത്തിൽ. ഓഷ്ട്യം എന്ന് പറഞ്ഞാൽ എന്താ? ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ഓഷ്ട്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിനെ പവർഗാക്ഷരങ്ങൾ എന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. അതുപോലെ ഓഷ്ട്യ അക്ഷരങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഓരോ അക്ഷരങ്ങൾ എടുക്കുകയാണെങ്കിൽ പ എന്ന് പറയുന്നത് ഖരാക്ഷരത്തിൽ, ഭ എന്ന് പറയുന്നത് അധിഖരത്തിൽ, ഭ എന്ന് പറയുന്നത് മൃദുവിൽ, ഭ എന്ന് പറയുന്നത് ഘോഷത്തിൽ, മ എന്ന് പറയുന്നത് അനുനാസികത്തിലുമാണ് വരുന്നത്. ക്ലിയർ. അപ്പോൾ നമ്മൾ 3 രീതിയിലുള്ള വിഭജനമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓഷ്ട്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ എന്ന് പറയുമ്പോൾ 2 ചുണ്ടും കൂട്ടിമുട്ടുന്നുണ്ട്, ബ എന്ന് പറയുമ്പോഴും കൂട്ടിമുട്ടുന്നുണ്ട് അല്ല. അപ്പോൾ ഈ ചുണ്ടുകൾ വെച്ച് മാത്രം ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ഓഷ്ട്യാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും
നമ്മൾ അക്ഷരങ്ങളെ ഉച്ചാരണ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന രീതിയാണ് ഇത്. ദന്ത്യം, താലവ്യം, ഓഷ്ട്യം, കണ്ഠ്യം തുടങ്ങിയവ. ഓക്കെ, പ്രധാനമായിട്ടും 5 രീതിയിലാണ് നമ്മൾ ഉച്ചാരണ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്ഷരങ്ങളെ വിഭജിക്കുന്നത്. അതിൽ ആദ്യത്തേത് കണ്ഠ്യമാണ്. കണ്ഠ്യം. രണ്ടാമത്തേത് താലവ്യം. മൂന്നാമത്തേത് മൂർധന്യമാണ്. മൂർധന്യം. നാലാമത്തേത് ദന്ത്യമാണ്. അഞ്ചാമത്തേത് ഓഷ്ട്യം. ക്ലിയർ? അത് കണ്ഠ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടക്കുഴിയുടെ ഭാഗമാണ് കണ്ഠ്യം. താലവ്യം എന്ന് പറഞ്ഞാൽ അതിനും കുറച്ച് മുകളിലായിട്ട് വരുന്ന ഭാഗമാണ്. മൂർധന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂർധാവുണ്ടല്ലോ, മൂർധാവിൻ്റെ നേരെ നമ്മുടെ വായുടെ ഭാഗത്ത് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വരുന്ന ഭാഗമാണ് മൂർധന്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദന്ത്യം എന്ന് പറഞ്ഞാൽ പല്ലുപയോഗിച്ച് നമ്മൾ ഉച്ചരിക്കുന്നത്. ഓഷ്ട്യം എന്ന് പറഞ്ഞാൽ ചുണ്ടുപയോഗിച്ച് ഉച്ചരിക്കുന്നത്. ക്ലിയർ? ഇതിൽ കണ്ഠ്യത്തിൽ വരുന്ന അക്ഷരങ്ങളാണ് കവർഗം എന്ന് പറയുന്നത്. കവർഗം എന്ന് പറഞ്ഞാൽ ഖ, ഖ, ഗ, ഖ, ങ. ഇതാണ് കവർഗം. ഓക്കെ, ഇനി താലവ്യത്തിൽ പെടുന്ന അക്ഷരങ്ങളാണ് ചവർഗം. ചവർഗം എന്ന് പറഞ്ഞാൽ ച, ഛ, ജ, ഛ, ഞ. ഇതാണ് ചവർഗം എന്ന് പറയുന്നത്. ഇനി മൂർധന്യം എന്ന് പറയുന്നത് ടവർഗമാണ്. ടവർഗം, അതായത് ട, ഠ, ഡ, ഢ, ണ. ഇതാണ് ടവർഗാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് ദന്ത്യാക്ഷരങ്ങളാണ്. ദന്ത്യമാണ് ഇത് തവർഗം. തവർഗം എന്ന് പറഞ്ഞാൽ ത, ധ, ദ, ധ, ന. ഇനി ഓഷ്ട്യം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പവർഗം. പ, ഭ, ബ, ഭ, മ. ഇത്രയാണ് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളെ, അതായത് വർഗാക്ഷരങ്ങളെ ഇങ്ങനെയാണ് വിഭജിക്കുന്നത്. വർഗാക്ഷരം എന്ന് പറഞ്ഞാൽ ക മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളെയാണ് നമ്മൾ വർഗാക്ഷരം എന്ന് പറയുന്നത്. അതിൽ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇവയൊക്കെ നമുക്ക് ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്നുള്ള രീതിയിലും നമ്മൾ വിഭജിക്കുന്നുണ്ട്. ആ ഒരു രീതി കൂടി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ അക്ഷരങ്ങളുടെ മുഴുവൻ ഒരു പഠനമായിരിക്കും. ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഝ, ഞ, ട, ഠ, ഡ, ധ, ണ, ത, ധ, ദ, ധ, ന, പ, ഭ, 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 മ. നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ഇവയെ ഇങ്ങനെ താഴേക്കുള്ള രീതിയിൽ വിഭജിക്കുന്ന സമയത്ത് ആദ്യത്തെ ഭാഗം ഖരം, രണ്ടാമത്തേത് അധികരം, മൂന്നാമത്തേത് മൃദു, നാലാമത്തേത് ഘോഷം, അഞ്ചാമത്തേത് അനുനാസികം. ഇങ്ങനെയും ഒരു വിഭജനം കൂടി നമുക്ക് എന്തിനുണ്ട്? വർഗാക്ഷരങ്ങൾക്കുണ്ട്. ഓക്കെ, ഇത് താഴേക്കുള്ള വിഭജനമാണ്. ഇനി ഈ രീതിയിലുള്ള വിഭജനമാണെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം എന്നിവ ഈ രീതിക്കുള്ള വിഭജനമാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കൂടാതെ നമുക്ക് വേറെയും അക്ഷരങ്ങളുണ്ട്. വർഗാക്ഷരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ വരെ അക്ഷരങ്ങളുണ്ട്. ഇതിൽ നമ്മൾ യ, ര, ല, വ ആദ്യത്തെ 4 അക്ഷരങ്ങളെ നമ്മൾ പറയുന്ന പേര് മധ്യമങ്ങൾ എന്നാണ്. മധ്യമങ്ങൾ. ഇനി ശ, ഷ, സ അത് നമ്മൾ പറയുന്ന പേരാണ് ഊഷ്മാക്കൾ. നോക്കൂ, ഊഷ്മായിലും ഷ ഉണ്ട്, പിന്നെ ഷാഷാസായിലും എന്തുണ്ട്? ഷാകളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ഊഷ്മാക്കൾ എന്ന് പറഞ്ഞാൽ ഷ, ഷ, സായാണ്. ഇനി
അടുത്തത് ഹായാണ്. ഹ എന്ന് പറഞ്ഞാൽ ഘോഷിയാണ്, ഘോഷി, ഘോഷി. ഇനി ള ഴ റ, ള ഴ റ എന്നറിയപ്പെടുന്നത് ദ്രാവിഡ മധ്യമങ്ങളാണ്, ദ്രാവിഡ മധ്യമങ്ങൾ. ഇനി വർസ്യം എന്ന് പറഞ്ഞാൽ മറ്റൊരക്ഷരം കൂടിയുണ്ട്, വർസ്യം, വർസ്യം എന്ന് പറഞ്ഞാൽ മറ്റൊരക്ഷരം കൂടിയുണ്ട്, അതാണ് ട. ഓക്കെ, ടായും അതുപോലെ നായും. ന അപ്പോൾ നമ്മൾ നേരത്തെ വിചാരിക്കും താം ധ ദ ധ ന എന്ന് പറയുന്ന സ്ഥലത്ത് ന ഉണ്ടല്ലോ എന്ന്. അത് ന അല്ല, ന എന്നാണ് ഉച്ചരിക്കുക. ത ധ ദ ധ ന എന്നാണ് ഉച്ചരിക്കുക. ന എന്നുള്ളത് അനുനാസികവും അതുപോലെ തന്നെ ന എന്നുള്ളത് വർസ്യവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ ലിപിയിലാണ് നമ്മൾ എഴുതുന്നത്, പക്ഷേ ഉച്ചാരണം രണ്ട് രീതിയിലാണ്. നോക്കൂ, ഇപ്പം ഞാൻ എഴുതാണ് നനയുക, നനയുക എന്ന് എഴുതുന്നു. അപ്പോൾ ഇതിൽ ആദ്യത്തെ നായും രണ്ടാമത്തെ നായും ഉച്ചരിക്കുന്നത് രണ്ട് രീതിയിലാണല്ലേ. ആദ്യത്തേത് ന എന്നും രണ്ടാമത്തെ ന എന്നുമാണ് ഉച്ചരിക്കുന്നത്. ക്ലിയർ? ഈ ന എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉച്ചരിച്ച് നോക്കുക. ന എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ മുകൾ വരിയിലെ പല്ലിൻ്റെ പിന്നിലായിട്ടാണ് നമ്മുടെ നാവ് ചെന്ന് പെടുന്നത്, നാവ് ടച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന ട എന്ന് പറയുമ്പോഴും ഈ രീതിയിൽ തന്നെയാണ് നാവ് ടച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള അക്ഷരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, വർസ്യാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അക്ഷരങ്ങളുടെ വിഭജനം, അതായത് പ്രധാനമായിട്ടും വ്യഞ്ജനാക്ഷരങ്ങളുടെ വിഭജനമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ അക്ഷരങ്ങളെ തന്നെ നമ്മൾ ഖരം, മധ്യഖരം, മൃദു, ഘോഷം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെ തന്നെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ആ രണ്ടായിട്ടുള്ള വിഭജനമാണ് ഒന്ന് ദൃഢാക്ഷരങ്ങൾ, ദൃഢാക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഖരം, അധികരം, മൃദു, ഘോഷം, ഊഷ്മാക്കൾ. ഇതൊക്കെ ദൃഢാക്ഷരങ്ങളാണ്. ഇനി ശിഥിലാക്ഷരങ്ങളുണ്ട്. ശിഥിലാക്ഷരത്തിൽ ഏതൊക്കെയാണ് പെടുന്നത്? അനുനാസികം, മധ്യമങ്ങളും ദ്രാവിഡ മധ്യമങ്ങളും, പിന്നെ ഘോഷി. ഓക്കെ, ഇത്രയാണ് ശിഥിലാക്ഷരങ്ങളിൽ പെടുന്നത്. അപ്പോൾ അക്ഷരത്തെക്കുറിച്ച്, അതായത് വ്യഞ്ജനാക്ഷരങ്ങളെക്കുറിച്ചുള്ള വ്യഞ്ജനാക്ഷരങ്ങളുടെ വിഭജനങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിതൊക്കെ ഒന്ന് അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെച്ച് പഠിക്കുക. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴായിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു അക്ഷരം തന്നിട്ട് അത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്, ഒന്നുകിൽ നമുക്ക് ഉച്ചാരണ സ്ഥാനം വെച്ചിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം, ഈ രീതിയിലുള്ള വിഭജനങ്ങളും ഉത്തരമായിട്ട് തന്നിട്ട് ചോദിക്കാറുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തന്നിരിക്കുന്ന ആത്മകഥകളിൽ ശരിയായ ഘടന ഏത്? ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ കൂടി വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ 1 2 ശരി, 2 3 ശരി, 3 4 ശരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണിത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ആത്മകഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് തന്നിട്ടുള്ളത്. സിമ്പിളാണെങ്കിൽ കൂടി, ചോദ്യം സിമ്പിളാണെങ്കിൽ കൂടി ഈ പാറ്റേൺ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നോക്കാം. ആത്മകഥകൾ അതിൻ്റെ എഴുത്തുകാർ എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്, ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി, ഓർമ്മയുടെ അറകൾ വൈക്കം. ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ എ 1 2 ശരിയാണ്. ഓപ്ഷൻ ബി 2 3 ശരിയാണ്. ഓപ്ഷൻ സി 1 3 ശരിയാണ്. ഏതൊക്കെയാണ് ശരി? 1 ശരിയാണ് അല്ലേ. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പാണ്. രണ്ടാമത്തത് ഓർമ്മയുടെ തീരങ്ങളിൽ തകഴിയാണ്. അതും ശരിയാണ്. ഓപ്ഷൻ മൂന്നാമതായിട്ട് തന്നിട്ടുള്ളത് ഓർമ്മയുടെ അറകളാണ്, വൈക്കം മുഹമ്മദ് ബഷീർ. അതും ശരിയാണ്. അപ്പോൾ നമുക്കിതിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷനാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓർമ്മ വെച്ചിട്ട് ഒത്തിരിയധികം ആത്മകഥകളും സ്മരണകളുമുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഓർത്ത് വയ്ക്കാം? ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ ഓളങ്ങളിൽ, ഓളം അല്ലേ, ഓടക്കുഴൽ കിട്ടിയ ആർക്കാണ്? ഓടക്കുഴൽ അവാർഡ് ജി ശങ്കര, അല്ലെങ്കിൽ ഓടക്കുഴൽ എന്ന് പറഞ്ഞിട്ടുള്ള കൃതി ജി ശങ്കരക്കുറുപ്പിൻ്റെ. അപ്പോൾ അതിലും ഓയുണ്ട്, ഓളങ്ങളിലും ഓയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്. ഇനി തീരം, തകഴിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതി നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു, ചെമ്മീൻ. ചെമ്മീൻ എന്ന് പറയുന്നത് കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണല്ലേ. അപ്പോൾ കടൽ തീരം എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ തീരങ്ങളിൽ തകഴി. ഇനി ഓർമ്മയുടെ അറകൾ, അറയിൽ വെച്ചിട്ടാണ് ബഷീർ എന്താണ് കൃതികൾ എഴുതുന്നത് എന്നോർത്ത് കഴിഞ്ഞാൽ ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് നമുക്ക് കിട്ടും. ഇനി മറ്റ് കൃതികൾ, ഓർമ്മ വെച്ചിട്ട് വരുന്ന മറ്റ് കൃതികൾ കൂടി ഒന്ന് നോക്കാം. ഓർമ്മയുടെ ലോകത്തിൽ പി കേശവദേവിൻ്റേതാണ്. ഓർമ്മച്ചെപ്പ് എം ഹസൻ. ഓർമ്മക്കുറിപ്പുകൾ അജിത. ഓർമ്മയുടെ കണ്ണാടി എ പി ഉദയഭാനു. ഓർമ്മക്കിളിവാതിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. ഓർത്താൽ വിസ്മയം കലാമണ്ഡലം ഹൈദരാലി. ഓർമ്മകളുടെ തുരുത്തിൽ ജി എൻ പണിക്കർ. ഓർമ്മകളുടെ ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഈച്ചര വാര്യർ. അറ്റുപോകാത്ത ഓർമ്മകൾ ടി ജെ ജോസഫ്. ഓർമ്മയുടെ ആൽബം മലയാറ്റൂർ രാമകൃഷ്ണൻ. ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ പി കെ ആർ വാര്യർ. ഇതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഓർമ്മ വെച്ചിട്ടുള്ള കൃതി. ഓക്കെ, ഇത്രയാണ് ആത്മകഥകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ചോദ്യം സമാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. വിഗ്രഹിച്ചെഴുതുക. ഓക്കെ, വിഗ്രഹിച്ചെഴുതലാണ്. ചുവടെ വിഗ്രഹിച്ചെഴുതിയതിൽ ശരിയായത് ഏത് എന്നുള്ളതാണ്. സ്വർഗതുല്യം, സ്വർഗം പോലെ തുല്യം. കാഞ്ചന കലശം, കാഞ്ചനവും കലശവും. സംസാരസാഗരം, സംസാരമാകുന്ന സാഗരം. മണ്ണെണ്ണ, മണ്ണിൻ്റെ എണ്ണ. ഓക്കെ, ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. സംസാരസാഗരം, സംസാരമാകുന്ന സാഗരം എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് സമാസം? സമാസം എന്ന് പറയുന്നത് കേരളപാണിനി പറയുന്നത് ഇങ്ങനെയാണ്: വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം. അതായത് ചില വാക്കുകളിൽ നമ്മൾ ആശയ ചേർച്ചയുള്ള നാമപദങ്ങളെ, അതായത് ആശയം ചേർന്ന് വരുന്ന നാമപദങ്ങളെ എന്ത് ചെയ്യുന്നു? ഇടയ്ക്കുള്ള പ്രത്യയങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഒറ്റപ്പദമാക്കി ഉച്ചരിക്കും, അല്ലെങ്കിൽ ഒറ്റപ്പദമാക്കി നമ്മൾ പറയും. അതിനെയാണ്, ഈ ഒറ്റപ്പദമാക്കുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാണ്. മുല്ലപ്പൂവ് അല്ലേ, മുല്ലപ്പൂവ്. ഇതൊരു ഒറ്റപ്പദമാണ്. നമ്മളിതിനെ വിഗ്രഹിക്കുകയാണെങ്കിൽ മുല്ലയുടെ പൂവ് എന്ന് പറയാം. മുല്ലയുടെ പൂവ്. ഓക്കെ, ഇങ്ങനെ പറയാം. ഇനി പൂവിൻ്റെ ഇതൾ, പൂവിൻ്റെ ഇതൾ, പൂവിൻ്റെ ഇതൾ. പൂവിൻ്റെ ഇതൾ എങ്ങനെയാണ് നമുക്ക് ഒറ്റപ്പദമാക്കാം? പൂവിതൾ എന്ന് പറയാം അല്ലേ, പൂവിതൾ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒറ്റപ്പദമാക്കുന്നതിനെയാണ് എന്ത് പറയുക? സമാസിക്കുക എന്ന് പറയാം. അപ്പം ഈ ഒറ്റപ്പദത്തിനെ സമാസിക്കുക എന്നും നമ്മൾ ഈ നീട്ടി എഴുതിയതിനെ വിഗ്രഹിക്കുക എന്നുമാണ് പറയുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കൂ, പൂവിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ വിഭക്തി പ്രത്യയമുണ്ട്. മുല്ലയുടെ പൂവ് എന്ന് പറയുമ്പോൾ അവിടെയും വിഭക്തി പ്രത്യയമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വിഭക്തികൾ ഉപയോഗിക്കാതെ ഒരു പദത്തെ നമ്മൾ ഒറ്റപ്പദമാക്കി പറയുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. ഈ സമാസം തന്നെ വ്യത്യസ്ത തരത്തിൽ സമാസം ഉണ്ട്. അപ്പോൾ ഈ സമാസത്തിനെ കുറിച്ച് സമാസങ്ങൾ കൃത്യമായി പഠിച്ചാൽ മാത്രമാണ് നമുക്കിങ്ങനെ വിഗ്രഹിക്കാനും ഏത് സമാസങ്ങളാണ് എന്നറിയാനും ഒക്കെ കഴിയുള്ളൂ കേട്ടോ. അതിൽ ആദ്യത്തേത് തൽപുരുഷ സമാസമാണ്. തൽപുരുഷ സമാസം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ വിഭക്തി ചേർത്ത് പറയുന്നതൊക്കെ, 7 വിഭക്തികൾ ചേർത്ത് പറയുന്നതൊക്കെ എന്താണ്? തൽപുരുഷ സമാസത്തിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ മുല്ലപ്പൂവ്, മുല്ലയുടെ പൂവ് എന്ന് പറഞ്ഞു അല്ലേ. ഉടെ ഏതിൻ്റെ പ്രത്യയമാണ്? സംബന്ധികയുടെ പ്രത്യയമാണ് ഉടെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ സംബന്ധിക തൽപുരുഷൻ എന്നും പറയാം. ഓക്കെ,
ഈ വിഭക്തിൻ്റെ പേരിലാണ് ഈ തൽപുരുഷ സമാസങ്ങൾ അറിയപ്പെടുന്നത്. നിർദ്ദേശിക തൽപുരുഷൻ, പ്രതിഗ്രാഹിക തൽപുരുഷൻ, ആധാരിക തൽപുരുഷൻ. ഇനി ഇങ്ങനെ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ഇത് സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ്. ഇങ്ങനെ ഇല്ലെങ്കിൽ തൽപുരുഷ സമാസം എന്ന് കണ്ടാലും ഏതാണ് അതിലേത് വിഭക്തിയും ഉൾപ്പെടാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തൊരു പിരിവ് എന്ന് പറയുന്നത് അടുത്ത ഒരു പിരിവ് നമുക്ക് കർമ്മധാരായ സമാസമാണ്. കർമ്മധാരായ സമാസം. കർമ്മധാരായ എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് വിഗ്രഹിക്കുന്ന സമയത്ത് എന്ത് വരും? ആയ എന്ന് ചേർന്ന് വരുന്നതാണെങ്കിൽ എന്താണ്? അത് കർമ്മധാരായ സമാസമാണ്. അപ്പം ഞാൻ പറയുകയാണ് ധീരപുത്രൻ എന്ന് പറയുകയാണ്. ധീരപുത്രൻ, ധീരനായ പുത്രൻ എന്നാണ് വിഗ്രഹിക്കുമ്പോൾ കിട്ടുക. മഞ്ഞപ്പട്ട്, മഞ്ഞപ്പട്ട്, അത് നമുക്ക് വിഗ്രഹിക്കുന്ന സമയത്ത് കിട്ടുക മഞ്ഞയായ പട്ട്. അപ്പോൾ ഈ ആയ ചേർന്ന് വരുന്നതാണ് കർമ്മധാരായ സമാസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് രൂപക തൽപുരുഷനാണ്. രൂപക തൽപുരുഷൻ, രൂപകം, അതിൽ തന്നെ കിട്ടും ആകുന്ന. ആകുന്ന, വിഗ്രഹിക്കുന്ന സമയത്ത് ആകുന്ന എന്ന് വരുന്ന വാക്ക് വരുന്ന പദങ്ങളെയാണ് നമ്മൾ രൂപക തൽപുരുഷ സമാസത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഞാൻ പറയുകയാണ് കാലചക്രം, കാലമാകുന്ന ചക്രം. മുഖചന്ദ്രൻ, മുഖമാകുന്ന ചന്ദ്രൻ. ഓക്കെ, കാലചക്രം, കാലമാകുന്ന ചക്രം, മുഖചന്ദ്രൻ, മുഖമാകുന്ന ചന്ദ്രൻ എന്ന് പറയുന്നതും ഇതിനുദാഹരണം. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ടുള്ള സംസാര സാഗരം ഏതിനുദാഹരണമാണ്? ഈ രൂപക തൽപുരുഷന് ഉദാഹരണമാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ സംസാര സാഗരം എന്ന് പറയുന്നത് ഏത് സമാസത്തിലാണ് ഉൾപ്പെടുക എന്ന് ചോദിച്ചാൽ സംസാരമാകുന്ന സാഗരം എന്ന് പറയുന്നത് രൂപക തൽപുരുഷനിലാണ് പെടുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ രൂപകം നമുക്ക് അറിയാം, നമ്മൾ അലങ്കാരത്തിലും പഠിക്കുന്നുണ്ട് രൂപകം എന്ന് പറയുന്നത്. അതിലും എന്താ അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഉദാഹരണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് സംസാര സാഗരം എന്ന് പറയുന്നത്. ആ ഉദാഹരണം ഇങ്ങനെയാണ്: സംസാരമാം സാഗരത്തിൽ അംസാന്തം മുങ്ങലാ സഖേ. ഇത് രൂപക അലങ്കാരത്തിൻ്റെ ഉദാഹരണമാണ്. ആ ഉദാഹരണത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു വാക്കാണ് ഈ സംസാര സാഗരം എന്ന് പറയുന്നത്. ക്ലിയർ? സംസാര സാഗരം എന്നാൽ സംസാരമാകുന്ന സാഗരം രൂപക തൽപുരുഷൻ ഉദാഹരണമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഉപമിത സമാസമാണ്. ഉപമിക്കുക എന്ന് നമുക്കറിയാലോ. ഉപമിക്കുക മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഉപമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സാദൃശ്യപ്പെടുത്തുന്നതിന് നമ്മൾ ഏതു പദമാണ് ഉപയോഗിക്കുന്നത്? പോലെ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അവനെപ്പോലെ ഉണ്ട്. വേറൊരാൾ കാണുമ്പോൾ ഇത് അവനെപ്പോലെ ഉണ്ട് എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ പോലെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാദൃശ്യപ്പെടുത്താണ്, അയാളെപ്പോലെ ഉണ്ട് ഇയാളും എന്നുള്ള രീതിയിൽ. അപ്പം വിഗ്രഹിക്കുന്ന സമയത്ത് പോലെ എന്ന് ചേർന്ന് വരുന്നതാണെങ്കിൽ അത്തരം സമാസങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഉപമിത സമാസം എന്ന് പറയുന്നത്. ക്ലിയർ? അത്തരം സമാസങ്ങളെയാണ് ഉപമിത സമാസം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ് പൂമേനി, പൂ പോലെയുള്ള മേനി. പൂമേനി, പൂ പോലെയുള്ള മേനി. തേൻ മൊഴി, തേൻ പോലെയുള്ള മൊഴി. ക്ലിയർ? അപ്പം ഇങ്ങനെ പോലെ ചേർന്ന് വരുന്നതാണ് ഏത്? ഉപമിത സമാസം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനിയുള്ളതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് കിട്ടുന്ന സമാസങ്ങളാണ്. ആദ്യത്തെ ദ്വിഗുസമാസമാണ്. ദ്വിഗുസമാസം എന്ന് പറഞ്ഞാൽ ദ്വി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് എന്നല്ലേ അർത്ഥം. അപ്പം ദ്വി എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം. അപ്പം സംഖ്യാവാചിയായി വരുന്ന സമാസമാണ്. പൂർവപദം, അതായത് ആദ്യത്തെ പദം സംഖ്യാവാചിയായി, സംഖ്യ വരുന്ന രീതിയിലുള്ള സമാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്വിഗു സമാസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ പറയാം ത്രിലോകം. ത്രിലോകം എന്ന് പറഞ്ഞാൽ 3 ലോകം. നൂറ്റാണ്ട് പറഞ്ഞാൽ 100 ആണ്ട് എന്നാണ്. പഞ്ചബാണം എന്ന് പറഞ്ഞാൽ 5 ബാണം. ഓക്കെ, ക്ലിയർ? അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് ദ്വിഗു സമാസം എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് മധ്യമപദലോപി സമാസം. മധ്യമപദലോപി സമാസം. അപ്പം സമാസിക്കുന്ന സമയത്ത്, അതായത്
ഒറ്റപ്പദമാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ പൂർവ്വപദത്തിൻ്റെ, അതായത് ആദ്യത്തെയും അവസാനത്തെയും രണ്ടാമത്തെയും പദത്തിൻ്റെ ഇടയിൽ ഒരു പദമുണ്ടായിരിക്കും. ആ പദത്തിനെ ഒഴിവാക്കിയിട്ട്, ലോപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സന്ധിയിൽ പഠിക്കുന്നുണ്ട്, പോവുക എന്നുള്ള അർത്ഥത്തിലാണ്, ഒഴിവാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഒഴിവാക്കിയിട്ട് ആദ്യത്തെയും അവസാനത്തെയും പദം ചേർത്ത് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? മധ്യമ പദലോപി സമാസം. അപ്പോൾ 3 പദങ്ങളുണ്ടെങ്കിൽ അതിലെ മധ്യത്തിലെ പദം എന്ത് ചെയ്യുന്നു? ലോപിക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ടിട്ട് അവസാനത്തെയും ആദ്യത്തെയും പദങ്ങൾ ചേർത്ത് പറയുന്നതിനെയാണ് മധ്യമ പദലോപി സമാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറയുകയാണ് മഞ്ഞുതൊപ്പി. മഞ്ഞുതൊപ്പി എന്തിനാണ്? മഞ്ഞ് തടയുന്ന തൊപ്പിയാണ് മഞ്ഞുതൊപ്പി. അപ്പോൾ ഈ തടയുന്ന എന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ മഞ്ഞു തടയുന്ന തൊപ്പി, കടയിൽ പോയിട്ട് മഞ്ഞു തടയുന്ന തൊപ്പിയുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുക. അല്ല, മഞ്ഞു തൊപ്പിയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ തടയുന്ന എന്ന് ഒഴിവാക്കിയിട്ട് പറയുന്നതിനെയാണ് എന്ത് പറയുക? മഞ്ഞുതൊപ്പി എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മൾ പറയുന്നത് ചോറ് വെച്ചിരിക്കുന്ന പാത്രം എന്നാണ് വിഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ ചുരുക്കിയിട്ട് എന്ത് പറയും? ചോറ്റുപാത്രമെന്നോ അല്ലെങ്കിൽ ചോറുപാത്രമെന്നോ എന്നൊക്കെ ചുരുക്കി ഉച്ചരിക്കും. ക്ലിയർ? ഇപ്പം തീപ്പെട്ടി, അല്ലേ? തീപ്പെട്ടി, തീ ഉണ്ടാക്കുന്ന പെട്ടിയാണ് തീപ്പെട്ടി. അപ്പോൾ ഉണ്ടാക്കുന്ന എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ തീപ്പെട്ടി എന്ന് പറയും. അതുപോലെ തീവണ്ടി, തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി എന്നാണ് വിഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അതിന് നമ്മൾ ചുരുക്കിയിട്ട് തീവണ്ടി എന്ന് ഉപയോഗിക്കുന്നു. ക്ലിയർ? ഇനി മറ്റൊരു സമാസമാണ് ബഹുവ്രീഹി സമാസം. വിഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പദത്തിന്, അതായത് നമ്മൾ തന്നിട്ടുള്ള ഉദാഹരണത്തിലുള്ള ഒരു പദത്തിനല്ല, അതിൽ കവിഞ്ഞ് പുറത്തുള്ളൊരു പദത്തിന് അർത്ഥമായിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഉദാഹരണം പറയുകയാണ്. ചന്ദ്രമുഖി, ചന്ദ്രനെ പോലെ മുഖം ഉള്ളവൾ. അപ്പോൾ ഇവിടെ പോലെ എന്ന് വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കരുത് ഉപമിത സമാസമാണ് എന്ന് വിചാരിക്കരുത്. ചന്ദ്രമുഖി പറഞ്ഞാൽ ചന്ദ്രനെ പോലെ മുഖമുള്ളവൾ ആരോ അവൾ എന്നാണ്. അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ എന്ത് പറയുക? സുന്ദരി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരർത്ഥത്തിലേക്ക്, സുന്ദരി എന്നുള്ളൊരു അർത്ഥത്തിലേക്കാണ് ഈ ചന്ദ്രമുഖി എന്ന് പറഞ്ഞിട്ടുള്ള പദം നമ്മൾ എത്തിക്കുന്നത്. ഓക്കെ, അത് ഏറ്റവും എളുപ്പം ഉദാഹരണം പറയുന്നത് താമരക്കണ്ണൻ. താമരയുടെ ഇതൾ പോലെ കണ്ണുള്ളവൻ ആരോ അവൻ. അതാരാണ്? താമരക്കണ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആളുടെ രൂപം ഏതാണ്? കൃഷ്ണൻ്റെ രൂപമാണ്, അല്ലേ? ശ്രീകൃഷ്ണൻ്റെ രൂപമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ വിഗ്രഹാർത്ഥത്തിന് മറ്റൊരർത്ഥമാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് അവ്യയീഭവനാണ്. അവ്യയീഭവൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ ഇല്ലാത്ത, കേരള പാണിനി പറയുന്നത് മലയാള ഭാഷയിൽ ഇല്ലാത്ത ഒരു സമാസമാണ് അവ്യയീഭവൻ എന്ന് പറയുന്നത്. മലയാള ഭാഷയിൽ ഇല്ലെങ്കിൽ പിന്നെ ഏത് ഭാഷയിലാണ് അവ്യയീഭവൻ ഉള്ളത്? സംസ്കൃതത്തിലാണ് അവ്യയീഭവൻ ഉള്ളത്. ഓക്കെ, അതായത് സംസ്കൃത പദങ്ങളിലാണ് നമ്മൾ ചില പദങ്ങൾ മലയാളത്തിലേക്ക്, സംസ്കൃത പദങ്ങൾ മലയാളത്തിലേക്ക് അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത്തരം പദങ്ങളിലാണ് ഈ ഒരു സമാസമുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ യഥേഷ്ടം എന്ന് പറയുകയാണ്. യഥേഷ്ടം, ഇഷ്ടം പോലെ എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രതിമാസം, മാസം തോറും. സസ്നേഹം, സ്നേഹത്തോടെ. സാനന്ദം, ആനന്ദത്തോടെ. യഥോചിതം, ഉചിതം പോലെ. പ്രതിദിനം, ദിനം തോറും. യഥാവിധി, വിധി പോലെ. സദയം, ദയയോടെ. ഇങ്ങനെയുള്ള പദങ്ങളിലാണ് എന്ത് വരുന്നത്? ഈ അവ്യയീഭാവ സമാസം വരുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്കത് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. അവ്യയീഭാവ സമാസം ഓർത്ത് വയ്ക്കുന്നതിന് വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ ഒരു കോഡ് പറയാം. സഖാവ് അനുവാണ് യഥാർത്ഥ പ്രതി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പദങ്ങളും അവ്യയീഭാവനിൽ വരുന്നതാണ് നമുക്കറിയാം. സഖാവിൽ സാ വെച്ച് വരുന്ന വാക്കുകൾ, ഇപ്പോൾ സസ്നേഹം, സദയം, സാദരം അങ്ങനെയൊക്കെ പറയുന്നത്, സസന്ദേഹം, അങ്ങനെ സാ ചേർത്ത് പറയുന്ന, സാ എന്ന് പറഞ്ഞാൽ കൂടിയത് എന്നാണ്, അല്ലെങ്കിൽ കൂടെ എന്നുള്ളതാണ് അർത്ഥം. അപ്പം അങ്ങനെ വരുന്ന വാക്കുകളൊക്കെ ഏതിലാണ് വരുന്നത്? അവ്യയീഭാവനിലാണ് വരുന്നത്. ഇനി അനു എന്ന് പറഞ്ഞാൽ അനു വെച്ച് വരുന്നത് അനുദിനം,
ഓക്കെ, അനുദിനം പോലെയുള്ള പദങ്ങൾ അതിൽ അനു ആണ്. ഇനി യഥാ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഇതിന് പറഞ്ഞു യഥേഷ്ടം, യഥാവിധി, യഥോചിതം ഇങ്ങനെയൊക്കെ വരുന്നത് എല്ലാം എന്തിൽ പെടുന്നതാണ്? അഭീഭമിൽ വരുന്നത്. ഇനി പ്രതി വെച്ച് വരുന്നത് പ്രതിദിനം, പ്രതിമാസം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇതാണ് സമാസം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഒന്നും കൂടി പറയാണ്ട് ദ്വന്ദ്വ സമാസമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സമാസമാണ് ദ്വന്ദ്വ സമാസം. ഇതിൽ രണ്ട് പദങ്ങൾക്കും ഒരേപോലെ തുല്യ പ്രാധാന്യമുള്ളതിനെയാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് കൈകാലുകൾ, അപ്പം കൈയും കാലും രണ്ടിനും പ്രാധാന്യമുണ്ട്. മാതാപിതാക്കൾ, മാതാവും പിതാവും ഇവർക്ക് രണ്ടിനും പ്രാധാന്യമുണ്ട്. ഓക്കെ, സൂര്യചന്ദ്രന്മാർ, സൂര്യനും ചന്ദ്രനും ഇങ്ങനെ ഒരേപോലെ രണ്ടിനും തുല്യ പ്രാധാന്യം വരുന്നതിനെയാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു ഭാഗം സമാസം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ റിവിഷൻ നിങ്ങളുടെ എക്സാമിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു. നമസ്കാരം, എല്ലാവർക്കും ജോസ് അക്കാഡമിയുടെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേട്ടിട്ട് ഇനി നിർബന്ധമാകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. നമുക്ക് എത്ര വലിയ ക്വാളിഫിക്കേഷൻ എക്സാമുകൾ നമ്മൾ പാസ്സായിരുന്നാലും LP, UP അതുപോലെ തന്നെ ഹൈസ്കൂൾ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള കേട്ടറ്റ് നിർബന്ധമായിട്ടും എല്ലാവരും ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളൊരു ഉത്തരവ് ഈയിടെ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കേട്ടറ്റ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് ഈ ഒരു എക്സാം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ഇത്തരം എക്സാമുകളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളൊരു ഇത്തരം ഒരു എക്സാമിന് ഇപ്പോൾ കേട്ടിട്ട് ആയാലും സെറ്റ് ആയാലും നെറ്റ് ആയാലും ഏത് ഒരു എക്സാമിന് അത് ക്വാളിഫൈ ചെയ്യണം എന്ന് വിചാരിച്ച് അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുന്നത് വരെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഓക്കെ, നമ്മൾ ഏതായാലും ഇത്തരമൊരു എക്സാമിന് വേണ്ടിയിട്ട് ഫീസ് അടച്ചു, എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു പഠനം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ തന്നെ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എക്സാം ഈ ഒരു അടുത്ത ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ നിന്നും വരാവുന്ന ഇതുവരെ വന്നിട്ടുള്ള ഏരിയകളെ വെച്ചിട്ട് അതിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിലെ ഓപ്ഷനുകളും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ആ ഒരു ചോദ്യത്തിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നോക്കാം. ചോദ്യത്തിലേക്ക് ചെല്ലാം. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പഠനം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ നൽകിയവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏത്? പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഓപ്ഷൻ എ ഊട്ടുക, ബി കളിക്കുക, സി തിന്നുക, ഡി പാടുക. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഊട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഊട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് പ്രയോജക ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയകളെ നമുക്ക് അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് അതിൻ്റെ പല രീതിയിൽ അതിന് വിഭജിക്കാവുന്നതാണ്. അപ്പോൾ ക്രിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ക്രിയ എന്ന് പറയുന്നത്. ഈ ക്രിയകൾ തന്നെ പലവിധ രീതിയിലാണ് നമ്മൾ വിഭജിക്കുന്നത്. അതിൽ നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ പ്രയോജക്രിയയോട് കൂടി തന്നെ ചേർത്ത് പറയാവുന്ന മറ്റൊരു ക്രിയയാണ് കേവലക്രിയ. ഓക്കെ, അപ്പോൾ ഇതൊരു സെറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വിഭജനം വരുന്നത്. കേവലക്രിയ അല്ലെങ്കിൽ പ്രയോജകക്രിയ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിയ ഇങ്ങനെ വിഭജിക്കുന്നത്? പ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രയോജകക്രിയയിൽ ഉണ്ട്. അപ്പോൾ
പ്ര എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കാം. പ്രയോജകക്രിയ, കേവലക്രിയ എന്നിവയുടെ വിഭജനം പ്രകൃതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഇനി എന്താണ് കേവലക്രിയയും എന്താണ് പ്രയോജകക്രിയയും എന്ന് നമുക്കറിയണം. അപ്പോൾ കേവലക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും നിർബന്ധമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു ക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേവലക്രിയ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളുടെ ഇഷ്ടം മാത്രമേ ഉള്ളൂ, അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം ഇല്ല. എന്നാൽ പ്രയോജകക്രിയ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരാളുടെ സാന്നിധ്യം ഉള്ള ക്രിയയാണിത് പ്രയോജകക്രിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രയോജകക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഉദാഹരണം തന്നെ നോക്കുക. ഇതിന് ഉത്തരമായി പ്രയോജകക്രിയേൻ്റെ ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടുക എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരാളുടെ സാന്നിധ്യമുണ്ട് അല്ലേ, ഒരാൾ മറ്റൊരാൾക്ക് ഊട്ടുന്നു. അപ്പോൾ ഊട്ടുക എന്ന് നമ്മൾ വാരി കൊടുക്കുക അല്ലെങ്കിൽ കഴിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് ഊട്ടുക എന്നുള്ളത്. അപ്പോൾ അവിടെ മറ്റൊരാളുടെ സാന്നിധ്യമുണ്ട്. അപ്പം അങ്ങനെ മറ്റൊരാളുടെ സാന്നിധ്യമുള്ളതിനെയാണ് പ്രയോജകക്രിയ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ പറയുന്നത് ഉണ്ണുക എന്ന് പറയുകയാണെങ്കിലോ, അത് നമ്മൾ സ്വയമാണ് ഉണ്ണുന്നത്, അവിടെ മറ്റൊരാളുടെ സാന്നിധ്യമില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ക്രിയയാണ് കേവലക്രിയ എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി ഇവിടെ കളിക്കുക, തിന്നുക, പാടുക ഇതൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്, കേവലക്രിയകൾ തന്നെയാണ്. ഇനി നമുക്ക് തന്നിട്ടുള്ള കേവലക്രിയയിൽ നോക്കൂ. കേവലക്രിയയിൽ തന്നെ കേവലക്രിയയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ക്രിയ മറ്റൊരു രീതിയിലാണ് വിഭജിക്കുന്നത്. എന്താണ്, കാരിതം, അതുപോലെ തന്നെ അകാരിതം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എല്ലാം എന്താണ്, കേവലക്രിയകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ കേവലക്രിയയിൽ ക്ക് എന്നുള്ള അക്ഷരം വരുന്നത് ആണെങ്കിൽ അതിനെയാണ് കാരിതം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കളിക്കുകയിൽ എന്തുണ്ട്, ക്ക് എന്നുള്ള അക്ഷരമുണ്ട്. ഓക്കെ, കളിക്കുക, പഠിക്കുക, നോക്കുക ഇതൊക്കെ എന്താണ്, അതിലൊക്കെ എന്തുണ്ട്, ക എന്നുള്ള അക്ഷരമുണ്ട്. ക എന്നുള്ള അക്ഷരമുള്ളതാണ് എന്ത്, കാരിതം. അതായത് കേവലക്രിയയിൽ ക എന്നുള്ള അക്ഷരമുള്ളതാണ് കാരിതം, ക എന്നുള്ള അക്ഷരം ഇല്ലാത്തതാണ് അകാരിതം. ഇവിടെ നമുക്ക് തിന്നുക എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, ക എന്നുള്ള, അതായത് ഈ ഇരട്ടിച്ച ക എന്നുള്ള ഈ ഒരു ശബ്ദം അവിടെ ഇല്ല. അതുപോലെ പാടുക എന്ന് പറയുമ്പോഴും ഇല്ല, കാണുക എന്ന് പറയുമ്പോൾ ഇല്ല, ഓടുക എന്ന് പറയുമ്പോൾ ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്, കേവലക്രിയകൾ തന്നെയാണ്. അപ്പോൾ കേവലക്രിയയിൽ ക ഉള്ളതാണെങ്കിൽ കാരിതവും ക ഇല്ലാത്തതാണെങ്കിൽ അകാരിതവും. ഓക്കെ, ഇപ്പോൾ രണ്ട് തരം വിഭജനം കിട്ടി. ഇനി മറ്റൊരു വിഭജനമാണ് സകർമ്മകം അകർമ്മകം എന്ന് പറയുന്നത്. എന്താണ് സകർമ്മകവും അകർമ്മകവും? സ എന്ന് പറഞ്ഞാൽ കൂടിയത് എന്നാണ് അർത്ഥം. അപ്പോൾ കർമ്മത്തോട് കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, സകർമ്മകക്രിയ എന്ന് പറയുന്നത്. കർമ്മം ഇല്ലാത്ത ക്രിയയാണെങ്കിൽ അകർമ്മകക്രിയ. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കുന്നത്, അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മൾ പറയുകയാണ് സകർമ്മകം അകർമ്മകം. ഓക്കെ, അപ്പോൾ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിയയെ സകർമ്മകം അകർമ്മകം എന്ന് വിഭജിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യാം, അകർമ്മകത്തിലാണ്ട് അർത്ഥത്തിലുമാണ്ട്. അപ്പോൾ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനമാണ് അകർമ്മകം സകർമ്മകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കർമ്മമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക, നമുക്ക് തന്നിട്ടുള്ള ക്രിയയോടുകൂടി നമ്മൾ എന്ത് ചോദിക്കണം, രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ഒന്നുകിൽ ആരെ എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ എന്തിനെ എന്നുള്ളത് ചോദിക്കാം. ചോദ്യം ആരെ എന്നുള്ളത് തന്നെ ആയിരിക്കണം. ആര് എന്നുള്ളതായാൽ എന്താണ്, അത് തെറ്റിപ്പോവും, നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ ഞാൻ പറയുകയാണ് അടിക്കുക. അപ്പോൾ അടിക്കുക എന്ന് പറയുമ്പോൾ ആരെ അടിക്കുക എന്നുള്ളൊരു ചോദ്യം അതിനോടുകൂടി ചോദിക്കുക, ആരെ അടിക്കുക. അപ്പോൾ നമുക്കറിയാം കുട്ടിയെ അടിക്കുക, പശുവിനെ അടിക്കുക, അച്ഛനെ അടിക്കുക, അമ്മയെ അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുന്നുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് സകർമ്മകക്രിയ എന്ന് പറയുന്നത്. ഇനി ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അതിനെ അകർമ്മകക്രിയ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ് ഉറങ്ങുക. ആരെ ഉറങ്ങുക എന്ന് നമ്മൾ ചോദിക്കുമോ, എന്തിനെ ഉറങ്ങുക എന്നുള്ളത് ചോദിക്കുമോ, ഇല്ല. അപ്പോൾ ആര് ഉറങ്ങുക എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും, എന്തിനുറങ്ങുക എന്ന് ചോദിച്ചാലും നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. പക്ഷേ ചോദ്യം അതല്ല, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നുള്ളതാണ്. ഈ ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ ചോദ്യം ഓർത്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടുള്ളൂ. ഒരു ചിഹ്നം തെറ്റിപ്പോയാൽ, ആരെ എന്നുള്ളത് ആര് എന്നായി പോയാൽ നമ്മുടെ ആൻസർ മൊത്തത്തിൽ തെറ്റിപ്പോകും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ സകർമ്മകക്രിയയും, ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അകർമ്മകക്രിയയും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പറയാനുള്ളത് മുറ്റുവിന പറ്റുവിന എന്ന
ഒരു ക്രിയാവിഭജനമാണ്. മുറ്റുവിന എന്ന് പറഞ്ഞാൽ മുറ്റി നിൽക്കുക, അതായത് പൂർണ്ണ ക്രിയയാണ് നമ്മൾ എന്ത് പറയുക, മുറ്റുവിന എന്ന് പറയുന്നത്. ഓക്കെ, പൂർണ്ണക്രിയയാണ് മുറ്റുവിന എന്ന് പറയുന്നത്. ഞാൻ പറയാണ് കാണുന്നു, അതുപോലെ ചെയ്യുന്നു, പറയുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്, പൂർണ്ണക്രിയകളാണ്. ഇനി പറ്റുവിന പറഞ്ഞാൽ പറ്റി നിൽക്കുക, വേറെ ഒന്നിനോട് കൂടി പറ്റി നിൽക്കുമ്പോൾ മാത്രമേ ഇതിന് അർത്ഥം ഉണ്ടാവുള്ളൂ, ഈ ക്രിയയ്ക്ക് അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് പറ്റുവിന എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ് പറയുന്ന, കേട്ട. പറയുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് പൂർണ്ണക്രിയയാവും. പറയുന്ന എന്ന് പറയുമ്പോൾ അതെന്താ, പൂർണ്ണമല്ല. എന്ത് പറയുന്ന അല്ലെങ്കിൽ ഏത് പറയുന്ന എന്നൊരു ചോദ്യം അവിടെ അപ്പുറത്ത്, മറുചോദ്യം അപ്പുറത്ത് വരും. അപ്പം അങ്ങനെ വരുന്നതാണെങ്കിൽ, ചോദ്യം വരുന്നതാണെങ്കിൽ അതിനെയാണ് പറ്റുവിന എന്ന് പറയുന്നത്. ക്ലിയർ? ചെയ്യുന്ന, കേട്ട, ചെയ്ത, പറഞ്ഞ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ക്രിയാവിഭജനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ എല്ലാ എക്സാം പേപ്പറിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് സന്ധി എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, നമുക്കിത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇതിന് കുറേ തിയറികളൊക്കെ ഉണ്ട്, അത്രയും തിയറികളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം നിങ്ങൾ ഇതിനൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഉദാഹരണം പറയാം. പിരിച്ചെഴുതിയവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ചോദിക്കുന്നത്. ചോദ്യം കൃത്യമായിട്ട് വായിക്കുക, കൂട്ടത്തിൽ പെടുന്നതാണോ പെടാത്തതാണോ എന്നുള്ളത്. ഇവിടെ നമുക്ക് കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പെടാത്തതാണോ പെടുന്നതാണോ എന്നുള്ളതൊക്കെ അടിയിലൊന്ന് വരച്ചിടുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. മറ്റേത് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നമുക്ക് ചിലപ്പോൾ നമുക്ക് അറിയാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിൽ ചിലപ്പോൾ ഉത്തരം തെറ്റിച്ച് കളയും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിപ്പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിടാൻ വേണ്ടിയിട്ട് പറയുന്നത്. ക്ലിയർ? പറയാം. ഓപ്ഷൻ എ മഴ അധികം ഇല്ല, ഓപ്ഷൻ ബി കൈ അധികം അക്ഷരം, ഓപ്ഷൻ സി വഴി അധികം അമ്പലം, ഓപ്ഷൻ ഡി ആയി അധികം എങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച ആളുകളാണെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. നമുക്ക് ഇതിനൊന്ന് ചേർത്ത് എഴുതി നോക്കാം എങ്ങനെ കിട്ടുന്നത് എന്ന്. മഴ അധികം ഇല്ല, മഴയില്ല. കൈ അധികം അക്ഷരം, കൈ അക്ഷരം. വഴി അധികം അമ്പലം, വഴിയമ്പലം. ആയി അധികം എങ്കിൽ, ആയെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് എഴുതിയത് നോക്കുന്ന സമയത്ത് ആദ്യത്തെ 3 എണ്ണത്തിലും ഏതക്ഷരങ്ങളുണ്ട്, യാ എന്നുള്ളൊരു അക്ഷരം കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, 4ാമത്തെ ഓപ്ഷനിലും യാ ഉണ്ട്, പക്ഷെ ആ യാ എന്നുള്ളത് ഏതിലുള്ളത് തന്നെയാണ്, ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുള്ള യാ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. എന്നാൽ നേരെ മറിച്ച് ഈ ഓപ്ഷനുകളിൽ ഒന്നും തന്നെ എന്തില്ല, യാ എന്നുള്ള അക്ഷരമില്ല. പക്ഷെ അത് ചേർത്ത് എഴുതുന്ന സമയത്ത് ഇവിടെ എന്ത് വരുന്നുണ്ട്, യാ എന്നുള്ള അക്ഷരം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് 3ഉം ഒരേ സെറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 സന്ധികളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒന്ന് ആഗമസന്ധിയും മറ്റൊന്ന് ലോപസന്ധിയും. എന്താണ് സന്ധി എന്ന് നോക്കാം. 2 വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് ഒരു വർണ്ണത്തിനുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സന്ധി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പുതിയൊരു വർണ്ണം വരുന്നതായിരിക്കാം, ഒരു വർണ്ണം പോകുന്നതായിരിക്കാം, ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതായിരിക്കാം, ഒരു വർണ്ണം ഇരട്ടിക്കുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇതിൽ നമ്മൾ പറയുന്നത് 4 തരം സന്ധികൾ ഉണ്ട് എന്നാണ് കേരള പാണിനി പറയുന്നത്. ആഗമസന്ധി, ആദേശസന്ധി, യുക്തസന്ധി, ലോപസന്ധി. ഇതിൽ ആദ്യം പറയുന്നത് ആഗമസന്ധിയാണ്. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ, ആഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, വരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വർണ്ണം വരുന്നതിനെ പുതുതായി അവിടെ ഓൾറെഡി ഉള്ള വർണ്ണങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. പുതിയതായി ഒരു വർണ്ണം കടന്നു വരുന്നതിനെ, വർണ്ണം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം കടന്നു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആഗമസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് തന്നിട്ടുള്ള ഉദാഹരണം തന്നെ, ഓപ്ഷൻ തന്നെ നോക്കാം. മഴ അധികം ഇല്ല, മഴയില്ല. ഇവിടെ തന്നിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും ഇവിടെയും ഉണ്ട് അല്ലേ. ഇല്ലയിലെ ഈ ആണെന്ത്, ഈ വള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ ഉണ്ട്. ലായും അവിടെ ഉണ്ട്. അപ്പോൾ ഇല്ലാത്തൊരു വർണ്ണം ഏതാണ്, യാ എന്നുള്ളൊരു വർണ്ണമാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ ഓൾറെഡി ഉള്ള അക്ഷരങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കുകയും പുതിയൊരു വർണ്ണം കടന്നു വരികയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആഗമസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ അത് രണ്ട് തരം വർണ്ണങ്ങളാണ് പ്രധാനമായിട്ട് ആഗമസന്ധിയിൽ വരുന്നത്. ഒന്ന് യായും ഒന്ന് വായുമാണ് കടന്നു വരുന്നത്. ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന ഉദാഹരണങ്ങളാണ് വാക്ക് തിരു അധികം ഓണം, തിരുവോണം വാ വരുന്നത്. തിരു അധികം ആതിര, തിരുവാതിര, അവിടെയും വ എന്നുള്ള അക്ഷരം വരുന്നത്. ക്ലിയർ. അപ്പോൾ യായും വായും ആഗമിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ആഗമസന്ധി എന്ന് പറയുന്നത്. ഇനി ആയി അധികം എങ്കിൽ ആയെങ്കിൽ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ലോപമാണ് സംഭവിക്കുന്നത്. എന്താണ് ലോപം, ഏത് അക്ഷരത്തിനാണ് ലോപം സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു സന്ധിയുടെ ചോദ്യം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കുക, നമുക്ക് ഈ പ്ലസ് ഇട്ടിട്ടുള്ള, അതായത് പിരിച്ചിട്ടുള്ള, പ്ലസ് ഇടുന്ന പറഞ്ഞാൽ പിരിച്ചിട്ടിട്ടുള്ള, അതാ ഇത് ചേർത്തെഴുതിയത്, പിരിച്ചെഴുതിയതിലും ചേർത്തെഴുതിയതിലും ഒരേപോലെ അക്ഷരങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ആ എന്നുള്ള അക്ഷരമുണ്ട്, ഇതിലുണ്ട്. യ എന്നുള്ള അക്ഷരത്തിലുണ്ട്, ഇതിലുണ്ട്. എ എന്നുള്ള അക്ഷരത്തിലുണ്ട്. എയുടെ ചിഹ്നമാണിത്, ഈ ഒരക്ഷരം അല്ലേ. അപ്പോൾ അതവിടെയുണ്ട്. ഗ എന്നുള്ള അക്ഷരം ഇവിടെയുണ്ട്, ഇവിടെയും ഉണ്ട്. ഇൽ എന്നുള്ള അക്ഷരം ഇവിടെയുണ്ട്, ഇവിടെയുമുണ്ട്. അപ്പോൾ ഇല്ലാത്ത അക്ഷരം ഏതാണ്, ഈയിലെ ഈ വള്ളി, അതായത് ഈ എന്നുള്ള ശബ്ദമാണ് അവിടെ ഇല്ലാത്തത്. അത് ലോപിച്ചിട്ട് അത് പോയിട്ട് എന്ത് വരുന്നു, എ എന്നുള്ള ശബ്ദം യായോട് ചേർന്ന് വരുമ്പോൾ ആയെങ്കിൽ എന്നാവുന്നു. ക്ലിയർ. അപ്പോൾ ഒരു വർണ്ണം അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, ലോപസന്ധി എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ തണുപ്പ് അധികം ഉണ്ട്, തണുപ്പുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ തണുപ്പിലെ സമൃദ്ധോകാരം, അതായത് ഈ ചന്ദ്രക്കല, തണുപ്പ് എന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ഒരു ചന്ദ്രക്കല പോയിട്ടാണ് എന്ത് വരുന്നത്, തണുപ്പുണ്ട് എന്നായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഊ എന്നുള്ള ശബ്ദം ചേർത്തിട്ട് പൂ എന്നാവുന്നു. അപ്പോൾ തണുപ്പുണ്ട് എന്ന് വരുന്നു. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ദ്വിത്വസന്ധിയാണ്. ദ്വിത്വസന്ധി പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്, ഇരട്ടിക്കുക. രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഞാൻ ഉദാഹരണം പറയാം. ചക്ക അധികം പഴം ചേർത്ത് വരുന്ന സമയത്ത് ചക്ക പഴം എന്നാവുന്നു, പാ ഇരട്ടിക്കുന്ന അവിടെ. താമര അധികം കുളം, താമര കുളം, ക എന്നുള്ള അക്ഷരം അവിടെ ഇരട്ടിക്കുന്നു. അങ്ങനെ ഇരട്ടിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഇനി ആദേശസന്ധി. ആദേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം കടന്നു വരുന്നതിനെയാണ്, ഒരു വർണ്ണം പൂർണ്ണമായിട്ടും പോയിട്ട് മറ്റൊരു വർണ്ണം കടന്നു വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആദേശസന്ധി എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. വിൺ അധികം തലം, വിണ്ടലം. ഓക്കെ, ഇതിലുള്ള അക്ഷരങ്ങളൊക്കെ ഇതിലുണ്ടോ നോക്കാം. വീണ്ട് ഇൺ എന്നുള്ളത്, അതായത് ണ എന്നുള്ള അക്ഷരം ഇതിലുണ്ട്. ഡ എന്നുള്ള അക്ഷരം നമ്മൾ പിരിച്ചെഴുതുന്ന സമയത്ത് ണ് അധികം ട എന്നാണ് വരുന്നത്. അപ്പം ണ എന്നുള്ള അക്ഷരം ഇതിലുണ്ട്. ഇനി തലത്തിൽ ത ഇതിലുണ്ടോ, ഇല്ല, ലായാണുള്ളത്. ലം എന്നുള്ള അക്ഷരമുണ്ട്. അപ്പോൾ ത എന്നുള്ള അക്ഷരം പോയിട്ട് മറ്റൊരക്ഷരം കടന്നു വരുന്ന ഏതാണ് അക്ഷരം, ട എന്നുള്ളൊരു അക്ഷരം കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർണ്ണം പൂർണ്ണമായും പോയി മറ്റൊരു വർണ്ണം കടന്നു വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആദേശസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഇതിൽ ആദേശസന്ധിയിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഉദാഹരണമാണ് വെണ്ടലം, അതുപോലെ നെന്മണി, പിന്നെ പിൽക്കാലം, അതുപോലെ തന്നെ കന്മതം. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഉദാഹരണങ്ങളാണ്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് പദശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഐച്ഛികം, 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 ഐച്ഛികം. ഇതിലേതാണ് ശരി എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്, തെറ്റായിട്ടുള്ള വാക്കുകളാണ്. നമുക്കറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നത്. നമ്മൾ പറയുകയാണ് യാദൃശ്ചികമായിട്ട് ഞാൻ അവനെ കണ്ടു. അപ്പോൾ യാദൃശ്ചികം എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക, യാദൃശ്ചികം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ശരിക്കും യാദൃശ്ചികം എന്നുള്ളത് എങ്ങനെയാണ് എഴുതുന്നത്, യാദൃച്ഛികം. ഓക്കെ, ഐച്ഛികം എഴുതുന്ന ച തന്നെയാണ് യാദൃച്ഛികത്തിനും ഉള്ളത്. അതുപോലെ വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി എന്നാണ് നമ്മൾ പറയുന്നതും എഴുതുന്നു. പക്ഷെ അതെന്താണ്, തെറ്റാണ്. ശരിയായിട്ടുള്ളത് വിദ്യുത് ശക്തി എന്നുള്ളതാണ്. വിദ്യുത് ശക്തി എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ,
ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള വാക്കുകൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ കേൾക്കുന്നതാണ് നമ്മൾ അധ്യക്ഷൻ വേറൊരാൾ ക്ഷണിക്കുന്നത്. ഹാർദവമായി ഞാൻ ഇന്നയാളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത്. ഹാർദവമല്ല, ഹാർദമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല പദങ്ങളിലും ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്, പലതും തെറ്റാണ് എന്നുള്ളത് ക്ലിയർ. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങളൊന്ന് കണ്ടെത്തി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്ലിയർ. അടുത്തത് വിഭക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രത്യയം ഇല്ലാത്ത വിഭക്തി ഏത്? ഉദ്ദേശിക, നിർദ്ദേശിക, സംബന്ധിക, സംയോജിക. ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ നിർദ്ദേശികയാണ്. നമുക്ക് 7 വിഭക്തികളാണുള്ളത്. അതിൽ പ്രത്യയം ഇല്ലാത്ത വിഭക്തി ചോദിച്ചാൽ നിർദ്ദേശികയാണ്. അതായത് മറ്റ് 6 വിഭക്തികൾക്കും എന്തുണ്ട്, പ്രത്യയങ്ങളുണ്ട്. 6 വിഭക്തികൾക്കും പ്രത്യയങ്ങളുണ്ട്. ഈ പ്രത്യയങ്ങളൊന്നും ഇല്ലാത്ത വിഭക്തി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നിർദ്ദേശിക. അപ്പം ഞാൻ പറയുകയാണ്, രാജു പുസ്തകം വായിച്ചു എന്ന് പറയുകയാണ്. അതിലൊരു പ്രത്യയവും ഇല്ല. കർത്താവുണ്ട്, കർമ്മമുണ്ട്, ക്രിയയുണ്ട്. ഇത് 3 മാത്രമേ ഉള്ളൂ. പ്രത്യയങ്ങളൊന്നും തന്നെയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സെൻറ്റൻസിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ അത് തന്നെയാണ് നിർദ്ദേശിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ. അതിനുള്ള പ്രത്യയം ഇല്ല. ഇനി നമുക്ക് പെട്ടെന്ന് ഈ ഒരു 7 വിഭക്തികൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കോഡ് കേരള പാണിനീയത്തിൽ തന്നെ ആര് പറയുന്നുണ്ട്? കേരള പാണിനി പറയുന്നുണ്ട്. നിപ്രസം, ഉപ്രസം. നീ എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക, പ്ര എന്ന് പറഞ്ഞാൽ പ്രയോജികയാണ്. പ്ര എന്ന് പറഞ്ഞാൽ പ്രതിഗ്രാഹികയാണ്. പ്രതിഗ്രാഹികയുടെ പ്രത്യയം എ എന്നുള്ളതാണ്. സം എന്ന് പറഞ്ഞാൽ സംയോജികയാണ്. സംയോജികയുടെ പ്രത്യയം ഓട് എന്നുള്ളതാണ്. ഓ എന്ന് പറഞ്ഞാൽ ഉദ്ദേശികയാണ്. ഉദ്ദേശികയുടെ പ്രത്യയം ക്ക് എന്നുള്ളതാണ്. ക്ക് അല്ലെങ്കിൽ ന് അല്ലെങ്കിൽ എന്നുള്ള ശബ്ദം. പ്ര എന്ന് പറഞ്ഞാൽ പ്രയോജികയാണ്. പ്രയോജികയുടെ പ്രത്യയം ആൽ എന്നുള്ളതാണ്. സംയോജികയാണ്. സംബന്ധികയാണ്. സംബന്ധികയുടെ പ്രത്യയം ഉഡയാണ്. ഉഡേ സംബന്ധിക. എന്നുള്ളത് ആധാരികയാണ്. ആധാരികയ്ക്ക് 2 പ്രത്യയങ്ങളുണ്ട്. ഇൽ, കൽ എന്ന 2 പ്രത്യയങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ പ്രത്യയങ്ങൾ അതേ രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കാം. അതിൽ പ്രത്യയം ഇല്ലാത്ത വിഭക്തി ചോദിച്ചാൽ നിർദ്ദേശികയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ. പ്രതിഗ്രാഹിക എ. അപ്പം ഞാൻ പറയുകയാണ് നിന്നെ, അവനെ എന്നൊക്കെ പറയുന്ന സമയത്ത് എ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് എ എന്നുള്ള പ്രത്യയം. പിന്നെ സംയോജികയുടെ പ്രത്യയം ഓട് ആണെന്ന് പറഞ്ഞാൽ അവനോട്, നിന്നോട്, അവളോട് എന്നൊക്കെ പറയുമ്പോൾ ഓട് എന്നുള്ളത്. ഇനി ഉദ്ദേശികയ്ക്ക് 2 പ്രത്യയങ്ങളുണ്ട്. ക്ക്, ന് അല്ലെങ്കിൽ എന്നാണ് പറയുന്നത്. ഓക്കെ. ക്ക് എന്ന് പറയുകയാണ് ഞാൻ അവൾക്ക്, നിനക്ക് എന്നൊക്കെ പറയാം ക്ക്. എന്നാൽ ന് അല്ലെങ്കിൽ എന്നുള്ള ശബ്ദം എപ്പോഴാണ് വരുന്നത്? ഇൻ എന്നുള്ള അക്ഷരത്തിൽ അവസാനിക്കുന്ന വാക്കുകളുടെ കൂടെ എപ്പോഴും ഉദ്ദേശികയുടെ പ്രത്യയമായിട്ടുള്ള എന്നുള്ള ശബ്ദം എന്നുള്ള ശബ്ദമാണ് വരുന്നത്. അപ്പോൾ അവന് എന്നാവുന്നു. രാമൻ എന്നുള്ളത് രാമന് എന്നാവുന്നു. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ അവൻക്ക്, രാമൻക്ക് എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ അവന്, രാമന്. ഇൻ എന്നുള്ള ശബ്ദത്തിന് കൂടെ എപ്പോഴും എന്ത് വരുള്ളൂ? അല്ലെങ്കിൽ എന്നുള്ള ശബ്ദം മാത്രമാണ് വരികയുള്ളൂ എന്നോർത്ത് വയ്ക്കുക. ക്ലിയർ. അപ്പോൾ ഉദ്ദേശിക കഴിഞ്ഞു. ഇനി പ്രയോജികയുടെ പ്രത്യയം എന്താണ്? ആൽ ആണ്. അവനാൽ, നിന്നാൽ, അവളാൽ എന്നൊക്കെ പറയുന്നത്. മറ്റേത് സംബന്ധികയാണ്. അടുത്തത് സംബന്ധികയുടെ പ്രത്യയം ഉഡയാണ്. അവനുടെ അല്ലെങ്കിൽ അവൻ്റെ. ഉഡേ അല്ലെങ്കിൽ ൻ്റെ എന്നുള്ള 2 എണ്ണമാണ് വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഇൻ എന്നുള്ളതിൻ്റെ കൂടെ എപ്പോഴും എന്താണ് വരിക? ടേ എന്നുള്ള ശബ്ദമാണ് വരിക. അപ്പം എന്തായി മാറും? അവൻ്റെ എന്നായി മാറും. രാമൻ്റെ എന്നായി മാറും. ഓക്കെ. അപ്പോൾ അവനുടെ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ അവനുടെ, അവളുടെ അങ്ങനെയൊക്കെ അവനുടെ എന്നൊന്നും ഉപയോഗിക്കില്ല അല്ലേ? അവൻ്റെ, അവളുടെ,
നിൻ്റെ എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ. ഇനി ആ എന്നുള്ളത് ആധാരികയാണ്. 2 പ്രത്യയങ്ങളുണ്ട്. ആലും ഉണ്ട്, ഇല്ലും ഉണ്ട്, കല്ലുമുണ്ട്. ഇൽ എന്ന് പറഞ്ഞാൽ മെത്തയിൽ കിടന്നു, വാതിൽക്കൽ നിന്നു, പഠിക്കൽ വന്നു എന്ന് പറയുന്ന സമയത്ത് ആലും ഇല്ലും അതുപോലെ കല്ലും വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതാണ് പ്രത്യയം ഇല്ലാത്ത വിഭക്തിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിർദ്ദേശിക എന്നോർത്ത് വയ്ക്കുക. ഇനി ശൈലിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ശൈലി, പഴഞ്ചൊല്ല് എന്നിവയൊക്കെ നമുക്ക് കാണാപാഠം പഠിക്കുന്നതിനൊരു പരിധിയുണ്ട്. പഠിച്ച് തന്നെ വരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ശൈലി, പഴഞ്ചൊല്ല് എന്നീ ഒരു ഏരിയ. ഓക്കെ, ക്ലിയർ. തൂലിക പടവാളാക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അപ്പോൾ തൂലിക എന്നതിൻ്റെ അർത്ഥം എഴുതുക എന്നല്ല, എഴുത്ത് ആണ് എന്നറിയുന്ന ഒരാൾക്ക് ഇതിൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. നല്ല പോരാളിയാവുക, കഠിനമായി ശിക്ഷിക്കുക, ഏർപ്പെടുന്ന സംഗതികൾ ഉത്കൃഷ്ടമാക്കുക, എഴുത്തിലൂടെ പോരടിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, എഴുത്തിലൂടെ പോരടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എഴുത്തിലൂടെ തങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തുറന്ന് പറയുക, അതാണ് തൂലിക പടവാളാക്കുക. അപ്പോൾ തൂലിക പടവാളാക്കിയ കവി എന്ന് നമ്മൾ ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാരെ വിശേഷിപ്പിക്കുന്നുണ്ട്, വയലാറിനെയും വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു ഏരിയയാണ് ഒരേ താളത്തിലുള്ള വരികൾ കണ്ടെത്തുക എന്നുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് നോക്കൂ. പാഥർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. സന്ദീപനി ഗൃഹേ പണ്ട് സാഹസാൽ കഴിഞ്ഞതു നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. ക്രോധമല്ലോ നിജധർമ്മക്ഷേകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം. ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിഭാഷ്പ പരിപാടലം മുഖം. ഹാ പുഷ്പമേ അധിക സ്തുംഗപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രജ്ഞി കണക്കയേനി. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ചോദ്യത്തിന് നമ്മുടേതായിട്ടുള്ള രീതിയിലൊരു ട്യൂണിടാം. ആ ട്യൂണ് ഇതിൽ ഏത് ഓപ്ഷനാണ് മാച്ച് ആവുന്നത് നമുക്ക് ഇതുപോലെ ചൊല്ലി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആൻസർ കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ് പറയുന്നത്. ഇനി ശരിക്കും ഇതെങ്ങനെയാണ് കണ്ടെത്താന്ന് ചോദിച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിലെ ആദ്യത്തെ വരിയിൽ, ഇതാണ് ഇതിലെ ആദ്യത്തെ വരിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കുക. സപ്പോസ് 12 അക്ഷരങ്ങളാണ് ഉള്ളത് എങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഓരോ ഓപ്ഷനിലെയും ആദ്യത്തെ വരിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് നോക്കുക, എണ്ണി നോക്കുക. ഇതിൽ ആദ്യത്തെ വരിയിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ആദ്യത്തെ വരിയിൽ നോക്കുക, ഇതിൽ ഈ വരിയിൽ നോക്കുക, ഇതിൽ ഈ വരിയിൽ നോക്കുക, ഇതിൽ ഈ വരിയിൽ നോക്കുക. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഏതിലാണോ 12 അക്ഷരം വരുന്നത് ആ വരിയായിരിക്കും അല്ലെങ്കിൽ ആ ഓപ്ഷനായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം എത്ര അക്ഷരങ്ങളാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, 12 അക്ഷരങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എണ്ണിയിട്ടില്ല. എന്തുകൊണ്ടാണ് എണ്ണാത്തത്? ചില്ലക്ഷരങ്ങൾ എന്തെല്ലാം അക്ഷരങ്ങളായിട്ട് പരിഗണിക്കില്ല. ഓക്കെ, ചില്ലക്ഷരങ്ങൾ എന്ത് ചെയ്യില്ല, അക്ഷരങ്ങളായിട്ട് പരിഗണിക്കില്ല. അതുപോലെ കൂട്ടക്ഷരം നമ്മൾ എഴുതുന്ന സമയത്ത് അതിനെയും എന്ത് ചെയ്യില്ല, ഒരു അക്ഷരമായിട്ട്, കൂട്ടക്ഷരങ്ങളെ ഒറ്റ അക്ഷരമായിട്ടാണ് പരിഗണിക്കുക. ഇപ്പോൾ ക എന്നെഴുതുന്ന ഒരു കൂട്ടക്ഷരമാണ് അല്ലേ, അപ്പോൾ ഇതൊരൊറ്റ അക്ഷരമാണ്. ഇത് മാത്രമല്ല, ഇപ്പം ഞാൻ പറയാണ് ഭസ്മം എഴുതുകയാണ്, ഭസ്മം എന്ന് എഴുതുകയാണ്. അപ്പോൾ ഇതിൽ എത്ര അക്ഷരം ഉണ്ട് ചോദിച്ചാൽ നമ്മളിങ്ങനെ 1 2 3 എന്നെണ്ണും അല്ലേ. പക്ഷേ ഇതിൽ സ് എന്നുള്ളത് എന്തല്ല, ഒരു അക്ഷരമായിട്ട് അതിനെ പരിഗണിക്കില്ല. ഓക്കെ, അതിനെ ഒരക്ഷരമായിട്ട് പരിഗണിക്കില്ല. മറിച്ച് സും മായും ഒരുമിച്ച് എഴുതുമ്പോൾ മാത്രമാണ് ഒരക്ഷരമാകുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ ഒറ്റ
അക്ഷരം. അപ്പോൾ ഇതിൽ എത്ര അക്ഷരം, ഭസ്മം എന്നുള്ളതിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് ചോദിച്ചാൽ ആകെ 2 അക്ഷരമേ ഉള്ളൂ. സിനെ ഒറ്റ അക്ഷരമായിട്ടല്ല നമ്മൾ പരിഗണിക്കുന്നത്. സി മായും ഒരുമിച്ച് വരുമ്പോഴാണ് എന്താകുന്നത്, ഒരു അക്ഷരമായിട്ട് മാറുന്നത്. ക്ലിയർ? ഈ 2 നിയമങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി നമുക്ക് ഓരോ ഓപ്ഷനിലും ഓരോ ഓപ്ഷനിലെയും വരികളിൽ എത്ര അക്ഷരങ്ങളുണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 അക്ഷരങ്ങളാണ് ഇതിലുള്ളത്. ഇൽ എന്നുള്ളത് ചില്ലക്ഷരമാണ്, അതുകൊണ്ട് അതിനെ ഒരക്ഷരമായിട്ട് പരിഗണിക്കില്ല. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഇതിൽ 12 അക്ഷരമുണ്ട്. 12 അക്ഷരമാണ് ഇതിലുള്ളത്. ഇതിലും ധർമ്മ എന്നുള്ളതിൽ എന്താണ് അക്ഷരമായിട്ട് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉത്തരം കിട്ടി. എന്നാലും നമുക്ക് മറ്റ് 2 ഓപ്ഷനുകളും കൂടി നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. 1 2 3 4 5 6 7 8 9 10 11. ഇതിൽ 11 അക്ഷരമാണ് വരുന്നത്. ഇനി ഇത് നോക്കാം. 1 1 2 ഇത് 3 പുഷ്പത്തിൽ ഷ് പ എന്നുള്ളത് ഒറ്റ അക്ഷരമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ 3 അക്ഷരമായി. 4 5 6 7 8 9 10 11 12 13 14 14 അക്ഷരമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ക്ലിയർ? ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് ഒറ്റപ്പദമാണ്. പറയാനുള്ള ആഗ്രഹം എന്നർത്ഥം വരുന്ന പദമേത്? അപ്പം നമുക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. കാണാനുള്ള ആഗ്രഹം, പഠിക്കാനുള്ള ആഗ്രഹം, കുടിക്കാനുള്ള ആഗ്രഹം. ഈ ആഗ്രഹത്തിനൊക്കെ എന്തുണ്ട്, ഓരോ ഒറ്റപ്പദങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പറയാനുള്ള ആഗ്രഹം അതാണെന്ത്, വിവക്ഷയാണ് പറയാനുള്ള ആഗ്രഹം എന്നുള്ളത്. പറയാൻ ആഗ്രഹിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? വിവക്ഷു എന്ന് പറയും. ഓക്കെ, ഇനി ഇതിൽ ജിജ്ഞാസയുണ്ട്. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാനുള്ള ആഗ്രഹമാണ്. അറിയാൻ ഉള്ള ആഗ്രഹം. പറയാൻ ആഗ്രഹമുള്ള ആളെ നമ്മൾ എന്ത് പറയും? ജിജ്ഞാസു എന്ന് പറയും. ബുഭുക്ഷ അതിൽ തന്നെയുണ്ട്. കഴിക്കാൻ, ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം. ഓക്കെ, കഴിക്കാനുള്ള ആഗ്രഹം എന്ന് എഴുതാം. കഴിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ. അപ്പം കഴിക്കാൻ ആഗ്രഹമുള്ള ആളെ നമ്മൾ എന്ത് പറയും? ബുഭുക്ഷു എന്ന് പറയും. ഇനി അതുപോലെ കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ. അപ്പോൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? പിപാസു. അപ്പോൾ അതുപോലെ പഠിക്കാനുള്ള ആഗ്രഹത്തിനെയാണ് എന്ത് പറയുക? പിപാഠീഷ. അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ പിപാഠീഷു എന്ന് പറയും. കാണാനുള്ള ആഗ്രഹത്തിനെ എന്ത് പറയും? ദിദൃക്ഷ. കാണാൻ ആഗ്രഹിക്കുന്ന ആളെ നമ്മളപ്പോൾ എന്ത് പറയും? ദിദൃക്ഷു എന്ന് പറയും. ക്ലിയർ? ഇത്തരത്തിലുള്ള ഒറ്റപ്പദങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കാം. അതുപോലെ തന്നെ ബന്ധങ്ങളുണ്ട്. മകളുടെ മകൾ, അതുപോലെ തന്നെ മരുമകൾ, മകൻ്റെ ഭാര്യ, പിന്നെ മകളുടെ ഭർത്താവ്, അങ്ങനെയൊക്കെ പറയുന്നതിന് ഒറ്റപ്പദങ്ങളുണ്ട്. അതും നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഇനി അവാർഡാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മുകുന്ദൻ, സുഗതകുമാരി, സക്കറിയ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. സക്കറിയയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, സക്കറിയയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഒരു നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഏത് ഭാഗത്തു നിന്നാണ്? കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണിത്. അതായത് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയറുകളാണ് ഈ അവാർഡുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അവാർഡുകൾ നമുക്ക് പഠിച്ചു വെക്കണം. എഴുത്തച്ഛൻ പുരസ്കാരമുണ്ട്, വയലാർ പുരസ്കാരമുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഓടക്കുഴൽ അവാർഡ്, വള്ളത്തോൾ അവാർഡ്,
എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 2020 ഇപ്പോൾ 2020 നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏകദേശം ഒരു 4 വർഷത്തേതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് വരാവുന്നതാണ്. അപ്പം വർഷം മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, അത് എത്രാമത്തെ അവാർഡുകളാണ് എന്നുള്ളതും കൂടി നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഈ 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്ക്, അല്ലെങ്കിൽ 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർഷം പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, അത് എത്രാമത്തതാണ് എന്നുകൂടി പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേക കൃതിക്ക് കിട്ടുന്നതല്ല, സമഗ്ര സംഭാവനകൾക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ഇത് ഏർപ്പെടുത്തിയ വർഷം ചോദിക്കുകയാണെങ്കിൽ 1993 5 ലക്ഷമാണ് ഇതിൻ്റെ പുരസ്കാരത്തുക. ആദ്യം കിട്ടിയത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യമായി കിട്ടിയത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. ആദ്യമായി കിട്ടിയ വനിത ചോദിക്കുകയാണെങ്കിൽ ബാലാമണി അമ്മയാണ്. ഓക്കെ, ഇനി 2024 കിട്ടിയത്, ഏറ്റവും റീസെൻ്റായിട്ട് കിട്ടിയത് 2024 എൻ എസ് മാധവനാണ് കിട്ടിയിട്ടുള്ളത്. 23 എസ് കെ വസന്തനാണ് കിട്ടിയിട്ടുള്ളത്. എസ് കെ വസന്തൻ. 22 സേതുവിനാണ് കിട്ടിയിട്ടുള്ളത്. സേതുവിന്. 21 പി വത്സലയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എത്രാമത്താന്ന് ചോദിക്കുകയാണെങ്കിൽ 2024 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഓക്കെ, 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് 2024. ബാക്കി പറയണ്ടല്ലോ. അപ്പോൾ 2024 എൻ എസ് മാധവൻ, 23 എസ് കെ വസന്തൻ, 22 സേതു, 21 പി വത്സല. ക്ലിയർ. ഈ മറ്റ് അവാർഡുകൾ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. വയലാർ അവാർഡാണ് പറയുന്നത്. 1977 വയലാർ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണിത് കൊടുക്കുന്നത്. 1 ലക്ഷമാണ് ഇതിൻ്റെ പുരസ്കാരത്തുക. ആദ്യത്തെ ജേതാവ് ചോദിക്കുകയാണെങ്കിൽ ലളിതാംബിക അന്തർജനമാണ്. അദ്ദേഹത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. ഇനി വയലാറിൻ്റെ ചരമദിനമായിട്ടുള്ള ഒക്ടോബർ 27 ഈ പുരസ്കാരം കൊടുക്കുന്നത്. 2024 48ാമത്തെ വയലാർ അവാർഡാണ് കൊടുത്തിട്ടുള്ളത്. അശോകൻ ചെരുവിലിനാണ് അത് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. 2023 ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. 2022 46ാമത്തെ വയലാർ അവാർഡ് എസ് ഹരീഷിന് മീശ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. മീശ. ഓക്കെ, മീശ എന്നുള്ള അദ്ദേഹത്തിൻ്റെ നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. 2021 45ാമത്തെ വയലാർ അവാർഡ് ബെന്യാമിനാണ് കിട്ടിയിട്ടുള്ളത്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോവലിനാണിത് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ. ഇനി ഓടക്കുഴൽ അവാർഡ് പറയാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് 1969 ഈ ഒരു അവാർഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ചരമദിനമായിട്ടുള്ള ഫെബ്രുവരി 2 അത് നൽകി വരുന്നത്. ആദ്യ ജേതാവ്, ആദ്യമായിട്ട് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 30,000 രൂപയാണ് ഇതിൻ്റെ പുരസ്കാരത്തുക. ഇനി 2024 ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് കെ അരവിന്ദാക്ഷനാണ്. കെ അരവിന്ദാക്ഷൻ. ഗോപ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. 2023 പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതാ സമാഹാരത്തിനാണ് കിട്ടിയിട്ടുള്ളത്. 2022 അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായു എന്ന് പറഞ്ഞിട്ടുള്ള ചെറുകഥയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. 2021 സാറ ജോസഫിൻ്റെ ബുധിനി എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ. ഇനി വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് നൽകി വരുന്നത്. 1991 വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. ആദ്യത്തെ ജേതാവ് ബാലനാരായണൻ നായരാണ്. സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ 1,11,111 ഓർത്ത് വയ്ക്കുക. കോഡല്ല, നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. 1,11,111
111 അല്ലെങ്കിൽ 1 11 111 അല്ലെങ്കിൽ നമുക്ക് 1 പിന്നെ 2 പിന്നെ 3 ആ രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, 1 11 111 അതായത് 1,11,111 അതാണ് വള്ളത്തോൾ പുരസ്കാരത്തുക. ഏറ്റവും അവസാനമായിട്ട് കിട്ടിയത് 2019 കേട്ടോ. സക്കറിയയ്ക്കാണത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 പറയുന്നത്. കവിത മുരിങ്ങ വാഴ കറിവേപ്പ് അനിത തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത്. നോവൽ ആനോ GR ഇന്ദുഗോപനാണ് കിട്ടിയിട്ടുള്ളത്. ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര ശിനിലാലിനാണ് കിട്ടിയിട്ടുള്ളത്. നാടകം പിത്തളശലഭം ശശിധരൻ നടുവിൽ. സാഹിത്യ വിമർശനം രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ ദിലീപൻ. ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രം ഞാൻ എന്ന ഭാവം ഡോക്ടർ K രാജശേഖരൻ നായർ. ബാലസാഹിത്യ അമ്മ മണമുള്ള കനിവുകൾ EN ഷീജ. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ കവിത നോവൽ ചെറുകഥ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് നിങ്ങളൊന്ന് പഠിച്ച് വെക്കുക കേട്ടോ. കവിത ചെറുകഥ നോവൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 2023 നോക്കുകയാണെങ്കിൽ കവിത കൽപ്പറ്റ നാരായണൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ. നോവൽ ഹരിത സാവിത്രിയുടെ സീൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ. ചെറുകഥ N രാജൻ്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. നാടകം ഗിരീഷ് PC-യുടെ E for ഈഡിപ്പസ്. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ K വേണുവിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ കഥ. ബാലസാഹിത്യം ഗ്രേസിയുടെ പെൺകുട്ടിയും കൂട്ടരും. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. വൊക്കാബുലറിയും ഇമ്പോർട്ടൻ്റ് ആണ്. വ്യാകരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള പോർഷനാണ് വ്യാകരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.